ആരാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകൾ ഫാത്തിമ എന്ന് നിനക്കറിയുമോ? ഇന്ന് വരെ നീ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം വായിച്ചു നോക്കിയിട്ടുണ്ടോ? മക്കൾക്ക് ഫാത്തിമ എന്ന് പേരിടുന്ന ഉമ്മ എന്തിനാണ് ആ പേരിടുന്നത് പോലും നിനക്കറിയില്ലല്ലോ. എല്ലാ പേരിന്റെ കൂടെ പെൺമക്കളുടെ പേരിന്റെ കൂടെ ഫാത്തിമ എന്ന് ചേർക്കുന്ന ഉമ്മ, നീ ഇന്ന് വരെ അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ ചരിത്രം നീ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ആ ഫാത്തിമയെ കുറിച്ച് നിനക്ക് എന്തറിവാണുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, എന്റെ ഫാത്തിമ ആരെന്നറിയുമോ? എന്റെ കരളിന്റെ കഷ്ടമാണെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകന് ഫാത്തിമയെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായിരുന്ന ഫാത്തിമ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ അഹബ്ബഹാ ഫഖദ് അഹബ്ബനി. ആരെങ്കിലും എന്റെ ഫാത്തിമാനെ ഇഷ്ടപ്പെട്ടാൽ, അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, ആരെങ്കിലും എന്റെ ഫാത്തിമാനെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനെ പോലെയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പെങ്ങള് ആരാണ് ഫാത്തിമയെന്ന് പഠിക്കുമോളെ? ആരാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ? ആ ഫാത്തിമയ്ക്ക് അല്ലാഹു ഈ മഹത്വം കൊടുക്കാനുള്ള കാരണം എന്താണ്? ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്നാണ് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകേണ്ടത്. അതുകൊണ്ട് പടച്ചവനെ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് നമുക്ക് ഫാത്തിമ ആരാണെന്ന് പഠിക്കാം. ആ ഫാത്തിമയ്ക്ക് അല്ലാഹു ഈ മഹത്വം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് പഠിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ പറഞ്ഞത് നിങ്ങൾ ഫാത്തിമാനെ ഇഷ്ടപ്പെടണമെന്ന്? ആരാണ് ഫാത്തിമ എന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ 35ാമത്തെ വയസ്സിലാണ് അല്ലാഹു അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഫാത്തിമ എന്ന് പറയുന്ന ഒരു പൊന്നുമോളെ കൊടുക്കുന്നത്. പ്രവാചകന്റെ 35ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത സന്തോഷമായി, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ, ഫാത്തിമയെ കാണുന്നവർ മുഴുവനും പറയുന്ന വാക്കെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമയെ കാണുന്ന ആൾക്കാർ മുഴുവനും പറഞ്ഞത് എന്തെന്നറിയോ? വാപ്പാന്റെ പൊന്നുമോളാ. ഫാത്തിമ എന്ന് പറയുന്ന കുഞ്ഞിനെ കാണുന്ന എല്ലാവരും പറയുന്ന ഒരു വാക്കെന്തെന്നറിയുമോ? വാപ്പാടെ പൊന്നാര മകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ പോലെ തന്നെയാണ് ഫാത്തിമ ഇരുന്നത്. ഫാത്തിമയുടെ സ്വഭാവേ അവിടെന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകനെ പോലെ സാദൃശ്യമുള്ള ഫാത്തിമയല്ലാതെ മറ്റൊരാളെയും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അല്ലാഹുവേ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പോലും പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖം എങ്ങനെയാണ്? പ്രവാചകന് ചിരിക്കുന്നത് എങ്ങനെയാണ്? പ്രവാചകൻ നടക്കുന്നത് എങ്ങനെയാണ്? പ്രവാചകൻ ഇരിക്കുന്നത് എങ്ങനെയാണ്? പടച്ചവനെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നടന്നു വരുന്നത് കണ്ടാ അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു വരുന്നത് പോലെയാണ്. കാണുന്നവർ മുഴുവനും ഇത് തന്നെയാണ് പറയുന്നത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കാണുന്നവർ മുഴുവനും പറയുകയാണ്, ഫാത്തിമയ്ക്ക് വാപ്പയുടെ രൂപമാണ്, ഫാത്തിമയ്ക്ക് വാപ്പയുടെ രൂപമാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് കാണുന്ന പെണ്ണുങ്ങൾ മുഴുവനും പറയുന്നത്, ഖദീജ അതാ ഫാത്തിമ വാപ്പയെ പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമയോട് വല്ലാത്ത ഇഷ്ടമായി, ഒരു പ്രത്യേക സ്നേഹമായി. പടച്ചവനെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബീവിക്കും തന്റെ പൊന്നാര മകളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പടച്ചവനെ, അതാ ഒരുപാട് അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ഖദീജ ബീബി ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകനും ഖദീജ ബീവിയും ഫാത്തിമ ബീവിയും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നടക്കുകയാണ്. എവിടെ ചെന്നാലും ഫാത്തിമയ്ക്ക് വല്ലാത്ത ഒരു സ്ഥാനമാണ്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും അല്ലമീൻ എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത ആദരവ് കൊടുത്തു.
കൊടുത്തിരുന്നു, വലിയ മഹത്വം കൊടുത്തിരുന്നു. അതുകൊണ്ട് വാപ്പാടെ കയ്യിൽ പിടിച്ചു ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ ഇങ്ങനെ നടക്കുകയാണ്. ഉമ്മാനോടുള്ള സ്നേഹത്തിനെക്കാളും ഫാത്തിമയ്ക്ക് വാപ്പയോടാണ് സ്നേഹം. എപ്പോഴും വാപ്പാടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പടച്ചവരെ എങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. അല്ലാഹുവേ, ഏകദേശം 5 കൊല്ലം കഴിഞ്ഞപ്പോ 40ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അതാ പരിശുദ്ധമായ ഖുർആനുമായി കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് 40ാമത്തെ വയസ്സിൽ നുബൂവത്ത് കെട്ടിക്കഴിഞ്ഞപ്പോ അതാ തന്റെ നാട്ടുകാരോട് ഖുറൈശികളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചെന്നിട്ട് പ്രബോധനം തുടങ്ങുമ്പോ, അല്ലാഹുവേ, ഇന്നലെ വരെ ആദരിച്ചവരുണ്ടല്ലോ, ഇന്നലെ വരെ സ്നേഹിച്ചവരുണ്ടല്ലോ, ഇന്നലെ വരെ അല്ലമീൻ എന്ന് വിളിച്ചവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഏകദൈവ വിശ്വാസമെന്ന പ്രബോധനവുമായി തന്റെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നപ്പോൾ പടച്ചവനെ എല്ലാവരും അവിടെ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ അടിയോടിക്കുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് കളിയാക്കുകയാണ്, അവിടെ നിന്ന് കുറ്റപ്പെടുത്തുകയാണ്. പടച്ചവനെ പിന്നെ അതാ പീഡനങ്ങളുടെ കാലം തുടങ്ങുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാപ്പയെ പോലെ തന്നെയാണ് ഫാത്തിമ ഇരിക്കുന്നത്. നമ്മുടെ മക്കളെ കാണുന്നവര് പറയും, ഒന്നുകിൽ പറയും അവൻ ഉമ്മാനെ പോലെയാ, അവൻ ഉമ്മാടെ രൂപമാണ്, അല്ലെങ്കിൽ വാപ്പയുടെ രൂപമാണ്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കാണുന്നവര് മുഴുവനും പറയും വാപ്പാനെ വരച്ചു വെച്ചിരിക്കുകയാ. അങ്ങനെ പറയുന്നത് കേട്ടപ്പോ റസൂലുള്ളാഹിന് വല്ലാത്ത സന്തോഷമായി. ഫാത്തിമ ബീവിയെ കാണുമ്പോ എല്ലാവരും അങ്ങനെ പറയുന്നത് കാരണം ഉമ്മയായ ഖദീജ ബീവിക്കും ഒരു പ്രത്യേക സ്നേഹമായി. പടച്ചവനെ അങ്ങനെ 5 വർഷക്കാല സന്തോഷത്തോടു കൂടി കഴിയുകയാ. വാപ്പാടെ കൂടെ ഫാത്തിമ എവിടെ പോയാലും മുത്തുനബി കൊണ്ടുപോകും. അത് കാരണം വാപ്പയോട് വല്ലാത്ത സ്നേഹം. 5 കൊല്ലം കഴിഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾക്ക് നുബൂവത്ത് കിട്ടിക്കഴിഞ്ഞു. പ്രവാചകന പ്രബോധനവുമായി ഇറങ്ങിയപ്പോ പിന്നെ പറയേണ്ടതില്ലല്ലോ, വല്ലാത്ത കുത്തുവാക്കുകളും പരിഹാസങ്ങളും. പടച്ചവനെ വല്ലാത്ത വേദനയാണ്. റസൂലുള്ളാഹിനെ കളിയാക്കുകയാണ്. പടച്ചവനെ അതാ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അതാ വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. അതാ ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് പോയതാണ്. ഫാത്തിമ ബീവി നോക്കുമ്പോ ഏകദേശം ഒരു 6 വയസ്സ് വരും. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പിതാവിനെ കാണുന്നില്ല. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തിരഞ്ഞു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനതാ സുജൂദിൽ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടക്കുമ്പോ അതാ അബൂജഹലും തന്റെ അനുയായികളുമുണ്ടല്ലോ, പുഴുത്തു നാറിക്കിടക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചു കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് സുജൂദിലേക്ക് ചെല്ലുമ്പോ ആ പുഴുത്തു നാറിയ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് പ്രവാചകന്റെ തലയിലേക്ക് ഇടുകയാണ്. റസൂലുള്ള സുജൂദിൽ കിടക്കുകയാണ്. പ്രവാചകൻ എഴുന്നേക്കാൻ കഴിയുന്നില്ല, തല ഉയർത്താൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് മുഴുവനും ഹിജ്റ പോയിരിക്കുകയാണ്. അതാ അബൂബക്കർ തങ്ങളോ ഉസ്മാൻ തങ്ങളോ അലിയാർ തങ്ങളോ ആരും മക്കത്തില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടക്കുന്ന സമയത്ത് പുഴുത്തു കിടക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് തലയിലിട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, തല ഉയർത്താൻ കഴിയാതെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരയുമ്പോ 6 വയസ്സുള്ള അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ വാപ്പാനെ കാണാതെ വെളിയിലിറങ്ങുമ്പോ കാണുന്ന രംഗമാണ്. ആ പൊന്നുമകള് വാപ്പയുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് സുജൂദിൽ കിടക്കുന്ന പിതാവിന്റെ തലയിൽ കിടക്കുന്ന ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയുണ്ടല്ലോ, ആ ചെറിയ മകള്
മകള് വാപ്പാടെ തലയിൽ നിന്ന് വലിച്ച് താഴേക്കിടാൻ സഹായിക്കുകയാ. അവസാനം ആ കുടൽമാല താഴേക്ക് വീണപ്പോ റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന പിതാവിന്റെ തലയിൽ കിടക്കുന്ന ദുർഗന്ധമടിച്ച് വീശുന്ന ആ കുടൽമാലയുടെ അംശങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിൽ നിന്ന് ഇങ്ങനെ എടുത്തു മാറ്റുകയാ. തന്റെ പിതാവിന്റെ തലയിൽ നിന്ന് ആ പുഴുത്തു നാറിക്കിടക്കുന്ന വല്ലാത്ത ദുർഗന്ധമടിക്കുന്ന കുടൽമാല അതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുകയാണ്. ഏകദേശം 6 വയസ്സേ ഉള്ളൂ. തന്റെ വാപ്പാടെ തലയിൽ നിന്നത് മുഴുവനും ഇങ്ങനെ എടുത്തു കളഞ്ഞിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് ചോദിക്കുന്നു, വാപ്പാ, ഇവരെന്തിനാ എന്റെ ഉപ്പാനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ആ സമയത്ത് വല്ലാത്ത പ്രയാസമാണല്ലോ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ, അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ലാ കറുബ അലയ്യ ബീകി ഫിൽ ആഖിറ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, ഇതൊക്കെ ഈ ദുനിയാവിലല്ലേ ഉള്ളൂ, വാപ്പായിക്ക് നാളെ ആഖിറത്തിൽ ഒരു പ്രയാസവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അതാ ഫാത്തിമ ബീബി ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അതാ ശത്രുക്കളുടെ പീഡനം തുടങ്ങുകയാണ്. ഏറ്റവും വലിയ വേദന എന്തെന്നറിയുമോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ താത്തമാരായ 2 സഹോദരിമാര്, റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ, ഇവർ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതാണ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകന് പ്രബോധനം തുടങ്ങിയപ്പോ ഭർത്താക്കന്മാര് തലാഖ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടുകൊടുക്കുകയാണ്. ഫാത്തിമ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? 2 സഹോദരിമാരും വിധവകളായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന രംഗമാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പ്രബോധനങ്ങളൊക്കെ തുടങ്ങി. ശത്രുക്കള് വല്ലാത്ത പീഡനങ്ങളാണ്, സഹിക്കാൻ കഴിയാത്ത പീഡനങ്ങളാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെയും കുടുംബത്തെയും ഊരുവലക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെയും അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിനെ അവിടെ നിന്ന് ഊരുവലക്കുകയാണ്. ശൈബു അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെയും ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകനെയും കുടുംബത്തെയും കൊണ്ടുപോയി ശൈബു അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഒരാളും ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ഒരാളും സഹായിക്കാൻ പാടില്ല. ഖുറൈശികൾ അതാ അവിടെ നിന്ന് ഓർഡറിടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും ശൈബു അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുകയാ. പടച്ചവരെ, 3 കൊല്ലമാണ് കടന്നത്, 3 വർഷക്കാലമാണ് കടന്നത്. ഒരാളും സഹായിക്കാനില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിക്കാൻ ഭക്ഷണമില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ വന്നപ്പോ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തന്റെ പിതാവിന്റെ ചാരത്തേക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നു പോവുകയാണ്. വാപ്പാ, വിശക്കുന്നു വാപ്പാ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വാപ്പയുടെ മുന്നിൽ ചെന്ന് പരാതി പറയാൻ പോകുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പച്ചില പറിച്ചിട്ട് കഴിക്കുന്ന രംഗമാണ്. ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകളുണ്ടല്ലോ, വിശന്ന് തളർന്നിരിക്കുന്ന പൊന്നുമോളുണ്ടല്ലോ, വാപ്പാടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ കാണുന്ന രംഗമെന്താണ്? അല്ലാഹുവിന്റെ റസൂല് പുല്ലു പറിച്ചിട്ട് കഴിക്കുകയാ. അല്ലാഹുവേ,
ഖദീജ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ തളർന്നു കിടക്കുന്ന മക്കളെ കണ്ടിട്ട്, വിശന്ന് കിടക്കുന്ന ഭാര്യയെ കണ്ടിട്ട്, പുല്ല് പറിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ഖദീജ, എന്തിനാ നീ പട്ടിണി കിടക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ, നീ എന്തിനാ എന്റെ കൂടെ പട്ടിണി കിടക്കുന്നത്? ഈ മക്കളെയും വിളിച്ചുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോ ഖദീജ ബീബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഖദീജ ബീബി ആരെന്നറിയുമോ? ഏറ്റവും വലിയ സമ്പന്നന്റെ കുടുംബത്തിൽ പിറന്നതാണ് ഖദീജ. ഏറ്റവും വലിയ കോടീശ്വരിയായിരുന്നു ഖദീജ. ആ ഖദീജ ബീബിയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ, നിനക്ക് പ്രയാസം എന്താണെന്നറിയില്ല, നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ, പച്ചില പറിച്ച് കഴിക്കുന്ന അവസ്ഥയിലെത്തിയല്ലോ, അതുകൊണ്ട് നീ മക്കളെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറയുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ തയ്യാറാണ് നബിയേ, പട്ടിണി കിടന്നു മരിച്ചാലും ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോകില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വാപ്പാടെ അടുക്കലേക്ക് വാപ്പ വിശക്കുന്നു എന്ന് പറയാൻ വേണ്ടി പോകുമ്പോ മോള് കാണുന്ന രംഗം, വാപ്പ പുല്ലു പറിച്ചിട്ട് തിന്നാ. ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകള് വാപ്പാടെ അടുക്കലേക്ക് പോകുമ്പോ വാപ്പ പുല്ലു പറിച്ചിട്ട് കഴിക്ക. ആ അവസ്ഥ കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബിയോട് പറഞ്ഞു, എന്നോട് ആ ശത്രുക്കൾക്കൊക്കെ ദേഷ്യം, നിന്നോട് ദേഷ്യമൊന്നുമില്ല, നീ മക്കളെയും വിളിച്ചോണ്ട് നിന്റെ വീട്ടിൽ പോ, നീ ഇങ്ങനെ പട്ടിണിയൊന്നും കടന്നിട്ടില്ലല്ലോ, ഖദീജ, നീ മക്കളെയും കൊണ്ടുപോ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ, മരിച്ചാലും ഞാൻ പോകൂല, മരിച്ചാലും ഞാൻ പോകൂല, ഞാൻ എന്തായാലും മരിക്കേണ്ടി വന്നാൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. അല്ലാഹുവേ, ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ ഇതിങ്ങനെ കണ്ടു വളരുകയാ. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ വാപ്പയും ഉമ്മയും കൂടെ പടച്ചവനെ സ്നേഹിക്കുന്നത് കണ്ടിട്ടാ ഫാത്തിമ എന്ന് പറയുന്ന മകൾ ഇങ്ങനെ വളരുന്നത്. പക്ഷെ നമ്മുടെ വീടിന്റെ ചുറ്റുപാട് വേറെയാ. നമ്മുടെ മക്കൾ ഇന്ന് നോക്കുമ്പോ വാപ്പായും ഉമ്മായും തല്ലുന്നത് കണ്ടാ വളരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നതും ചീത്ത വിളിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും പരിഹസിക്കുന്നതും കണ്ടാ നമ്മുടെ മക്കൾ വളരുക. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് നോക്കുമ്പോ നിങ്ങൾ ചിന്തിക്കും, 3 കൊല്ലം സഹോദരങ്ങളെ, 1-2 വർഷമല്ല, 3 വർഷക്കാലം ഷൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ പുല്ലു പറിച്ചു തിന്ന് മൃഗങ്ങള് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു മുത്തുനബിയും തന്റെ കുടുംബവും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, അവസാനം അവിടെ നിന്ന് 3 കൊല്ലം കഴിഞ്ഞിട്ട് എല്ലാവരും അൽഹംദുലില്ലാഹ് നാട്ടുകാരൊക്കെ സഹകരിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ കുടുംബവും അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പട്ടിണി കടന്ന് രോഗിയായി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ രോഗിയായി, വല്ലാത്ത രോഗത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് രോഗം പിടിച്ചിട്ട് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണത്തോട് മല്ലടിക്കുകയാണ്. വല്ലാത്ത പ്രയാസത്തിൽ അല്ലാഹുവേ, 65-ാമത്തെ വയസ്സിലാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്നത്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ മരണത്തിന്റെ കിടകിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വിളിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാണ്. എന്നിട്ട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചു. ഫാത്തിമ എന്ന് പറയുന്ന 15 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള പൊന്നുമോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാപ്പയുടെ മടിയിൽ കിടന്നിട്ട് ഉമ്മ യാത്ര പറയുകയാണ്, വാപ്പയുടെ മടിത്തട്ടിൽ കിടന്ന് യാത്ര പറയുകയാണ്. അവസാനം അല്ലാഹുവേ,
ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ അടുത്ത് വിളിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമാന്റെ കയ്യിൽ പിടിച്ച് കരയുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ പിടിച്ചിട്ട് അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വിങ്ങി പൊട്ടിയിട്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? ആ സമയത്ത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ഫാത്തിമാനെ പൊന്നുപോലെ നോക്കിക്കൊള്ളണേ നബിയേ. ഫാത്തിമ ബീബിയുടെ കയ്യിൽ പിടിച്ച് പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നബിയേ, എന്റെ പൊന്നുമോലെ നല്ലതുപോലെ നോക്കിക്കൊള്ളണേ നബിയേ. എന്റെ ഫാത്തിമയെ വേദനിപ്പിക്കല്ലേ നബിയേ. എന്റെ ഫാത്തിമാനെ കരയിപ്പിക്കല്ലേ നബിയേ. ഒരു ഉമ്മയുടെ ആവശ്യം വേണ്ട സമയമാ, ഒരു ഉമ്മയുടെ ആവശ്യം വേണ്ട സമയമാണ്, ഒരു ഉമ്മ കൂടെ നിൽക്കേണ്ട സമയമാണ്. എന്റെ ഫാത്തിമയുടെ പ്രായം ചെറുതാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു കാര്യം എന്തെന്നറിയുമോ? എന്റെ പൊന്നുമോളെ ഒരിക്കലും കരയിപ്പിക്കാൻ പാടില്ല, ഒരിക്കലും ഉമ്മയില്ലെന്ന് കുറവ് വരുത്താൻ പാടില്ല. തന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ച് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വസിയത്ത് ചെയ്യുകയാണ്. പടച്ചവരെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. ആ വീടിന്റെ അകത്ത് അല്ലാഹുവിന്റെ പ്രവാചകനും അതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. പടച്ചവനെ, ഉമ്മ മരണപ്പെട്ടു പോയ ഒരു ചെറിയ കുഞ്ഞിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഉമ്മ മരണപ്പെട്ടു പോയ ഒരു ചെറിയ പെൺകുട്ടിയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവേ, ഫാത്തിമയ്ക്ക് വല്ലാത്ത വേദനയാ. അതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ, ഖദീജ ബീബിയുടെ പേര് കേട്ടാൽ തന്നെ മുത്തുനബി കരയുമായിരുന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് കേട്ടാൽ തന്നെ റസൂലുള്ളാഹി കരയും, അത്രയ്ക്കും സ്നേഹം. ഈ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകൾ ഇത് കണ്ടതാ. ഉപ്പായും ഉമ്മായും തമ്മിലുള്ള സ്നേഹം എന്താണെന്ന് ഫാത്തിമയ്ക്ക് നല്ലതുപോലെ അറിയാം. വാപ്പ പടച്ചവനെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. ഉമ്മ പോയ വേദനയിൽ ഫാത്തിമ ബീവിയും കരയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും ചരിത്രം പറയുകയാ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനെ പൊന്നുപോലെ നോക്കുകയാ. ഉമ്മ മരണപ്പെട്ടു പോയതിനു ശേഷം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷം ഫാത്തിമ എന്ന് പറയുന്ന 50 വയസ്സുള്ള മകളല്ല, 15 വയസ്സിന് താഴെ പ്രായമുള്ള മകള് എങ്ങനെ നോക്കിയെന്നറിയോ? എങ്ങനെയാ നോക്കിയതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചത് അവിടുന്ന് മുത്തുനബി പറഞ്ഞു, ഉമ്മു അബീഹ, വാപ്പാടെ ഉമ്മ എന്നാ വിളിച്ചേ. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളെ ഒരിക്കൽ വിളിച്ചു, ഉമ്മു അബീഹ, ഫാത്തിമ എന്റെ ഉമ്മയാന്നാ പറഞ്ഞത്. കാരണം ഒരു ഉമ്മ എങ്ങനെയാണോ മകനെ നോക്കുന്നത്, അതുപോലെയാ ഫാത്തിമ എന്ന ചെറിയ മകള് അള്ളാന്റെ റസൂലിനെ നോക്കിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യ മരണപ്പെട്ടു പോയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭാര്യ മരണപ്പെട്ടു പോയ ഭർത്താവിനെ നോക്കിയത് എങ്ങനെന്നറിയോ? ഉമ്മ നോക്കുന്നത് പോലെ. ഒരു ഉമ്മ എങ്ങനാണോ ഒരു മകനെ നോക്കുന്നത്, അതുപോലെയാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ റസൂലിനെ നോക്കിയത്. റസൂലുള്ളാഹി തങ്ങളോ ഫാത്തിമ ബീബിയുടെ ഉമ്മയില്ല എന്നുള്ള ഒരു കുറവ് വരുത്തിയില്ല. ഉമ്മയില്ലാത്തതിന്റെ കുറവ് അള്ളാന്റെ റസൂല് കാണിച്ചില്ല. എങ്ങനെയാണോ ഫാത്തിമ ബീവിയെ നോക്കേണ്ടത്, അതേ രീതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകനും ഫാത്തിമാനെ വളർത്താൻ തുടങ്ങി. രണ്ടുപേരും തമ്മിൽ വല്ലാത്ത ഒരു സ്നേഹം, വല്ലാത്ത ഒരു സ്നേഹം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അതാ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളാണ്. വാപ്പയ്ക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്നത്, വാപ്പയുടെ വസ്ത്രം കഴുകി കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളാണ്. പടച്ചവനെ, അതാ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യേണ്ടത് മുഴുവനും ഫാത്തിമ ബീവി ചെയ്തു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ,
അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിൽ വന്നിട്ട് പറയുന്നു, ഫാത്തിമ, ശത്രുക്കളുടെ പീഡനം സഹിക്കാൻ കഴിയുന്നില്ല. എവിടെ നോക്കിയാലും പീഡനങ്ങളാണ്. മുസ്ലിമീങ്ങളെ പച്ചയ്ക്ക് കത്തിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് സ്വഹാബത്ത് കടന്നു വരികയാ. നബിയേ, പഴുപ്പിച്ച കമ്പി ഞങ്ങളുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി കരിച്ചെടുക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് സ്വഹാബികൾ ഇങ്ങനെ പരാതി പറയുകയാ. പ്രവാചകൻ അവിടുന്ന് സ്വഹാബാക്കളോട് പറഞ്ഞു ഹിജ്റ പോകാൻ. അങ്ങനെ എല്ലാവരും ഹിജ്റ പോയി. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് വേദനയും പ്രയാസവും പേടിയുമായി കഴിയുന്ന എന്റെ പെങ്ങളോട് നിങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണിന്റെ ചരിത്രമൊന്ന് വായിച്ചു നോക്ക്. ആ ഫാത്തിമ എന്ന് പറയുന്ന മഹദിയുടെ ചരിത്രമൊന്ന് വായിച്ചു നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ വീട്ടിൽ കയറി വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, വാപ്പ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് അല്ലാഹുവിന്റെ റസൂലുണ്ട്, മുത്തുനബിയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പടച്ചവനെ ഉമ്മു കുൽസുമുണ്ട്, സഅദ് റളിയല്ലാഹു തആല അൻഹുണ്ട്, അലിയാര് തങ്ങളുണ്ട്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമാണ്. ആ ഖാദിമിനോട് പറഞ്ഞു, എന്റെ രണ്ടു മക്കളെ നിന്നെ ഏൽപ്പിക്കുകയാണ്, നീ ഇവരെ മദീനയിൽ കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തണം. അല്ലാഹുവേ, ആ സ്വഹാബിയുടെ കയ്യിൽ രണ്ട് പെൺമക്കളെ ഏൽപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാ. പടച്ചവനെ, നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് പേടിച്ച് നടക്കുന്നവര്, നമ്മുടെ പൗരത്വത്തിന് മാത്രം ഇത്ര വിലയെന്തേ? നമ്മളൊക്കെ പേടിയാ നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന്. എന്റെ സഹോദര, ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരുടെയും പൗരത്വം നഷ്ടപ്പെട്ടതാ. പിന്നെ നമ്മുടെ പൗരത്വം എന്തേ? എല്ലാവർക്കും പടച്ചവനെ ഇപ്പൊ നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന്. സഹോദര, ആദം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടു, ഇബ്രാഹിം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടു, മൂസാ നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടു. എല്ലാ പ്രവാചകന്മാരുടെയും എന്തിന്? അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുടെയും പൗരത്വം നഷ്ടപ്പെട്ടതാ. പിന്നെ നിന്റെ പൗരത്വത്തിന് എന്താ ഇത്ര വില? എല്ലാ പ്രവാചകന്മാരുടെയും പൗരത്വം നഷ്ടപ്പെട്ടു പോയി, നമ്മുടെയും പൗരത്വം നഷ്ടപ്പെടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ പേടിയുണ്ട? അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പൗരത്വം നഷ്ടപ്പെടും സഹോദര. കാരണം നമുക്കൊരു പേടിയില്ല. ഇത് പറയുമ്പോ നിങ്ങൾക്കൊക്കെ പേടിയാ. പടച്ചോനെ, പേടി മുനാഫിക്കിന്റെ സ്വഭാവമാണ്. ഇവന്മാരെ പേടിച്ച മുനാഫിക്കായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് ശത്രുക്കൾ വളഞ്ഞിരിക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വലഞ്ഞിരിക്കും. ഇബ്ലീസാ പോയി പറഞ്ഞു കൊടുത്തത്, മുഹമ്മദ് നാട് വിടാൻ പോകുന്നു, വേണമെങ്കിൽ കിട്ടിയ അവസരത കൊന്നേക്കാൻ. ഇനി കിട്ടൂല. മദീനത്ത് പോയാൽ മുഹമ്മദിനെ ഇനി കിട്ടൂല, വേണമെങ്കിൽ ഇന്ന് കൊന്നോണം. എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോ നേതാക്കന്മാര് പടച്ചവനെ വാളും പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുക, വീടിന്റെ വെളിയിലിറങ്ങിയ വെട്ടിക്കൊന്നേക്കാൻ. എന്തേ ചെയ്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുങ്ങി ഇറങ്ങാൻ സമയമായപ്പോ മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, നബിയെ, എന്തേ പറഞ്ഞേ? AK-47 എടുത്തിട്ട് ചറപറ വെടിവെച്ചിട്ട് ഇറങ്ങി പോകാനാ പറഞ്ഞേ? എന്റെ ചങ്ങാതി, നീ മുസ്ലിമാ, ഞാനും മുസ്ലിമാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് എന്തേ പറഞ്ഞ? നബിയെ, ആറ്റം ബോംബ് എടുത്ത് വെളിയിലിട്ടിട്ട് പോയേര്, അല്ലെങ്കിൽ മിസൈൽ എടുത്തോണ്ട് പോകാനല്ല പറഞ്ഞത്. എന്തേ പറഞ്ഞെന്നറിയോ? ഇറങ്ങി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ വാതില് തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്തു, ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് എന്ത് ചെയ്യണം? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഖുർആനിലെ ഒറ്റ ആയത്ത്, പരിശുദ്ധമായ ഖുർആനിലെ യാസീനിലെ ഒരായത്ത്. ഈ ആയത്ത് ഓതിയിട്ട് ഒന്ന് ഊതണം. എവിടെ? ആ മണ്ണില്. ആ താഴേന്ന് വാരിയ ഒരു പിടി മണ്ണിനകത്ത് ഈ ആയത്ത് ഓതിയിട്ട് എടുത്തുറച്ച ഏറ് എറിഞ്ഞിട്ട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങി നടന്നു പോ നബിയെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വർക്കപ്പർ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങി, ഓടിയില്ല, നടന്നാ പോയെ. അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങി നടന്നു പോവാ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കത്തും മദീനത്തൊക്കെ ചെല്ലുമ്പോ ഗുഹയ്ക്കകത്ത് കയറാൻ എന്താ തിരക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും കൂടെ ഗുഹയ്ക്കകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോ ശത്രുക്കള് പ്രാന്തന്മാരെ പോലെ വരിക. ആരെയും കിട്ടണില്ല, പ്രാന്ത് പിടിച്ചിട്ട് മുഹമ്മദ് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എവിടെ കണ്ടാലും വെട്ടി കൊല്ലാൻ വേണ്ടി ഓടി തെരഞ്ഞു വന്നിട്ട് ഈ ഗുഹയുടെ മുകളിൽ കയറി നിൽക്കുക. ഈ ഗുഹയുടെ മുകളിൽ നിൽക്കുമ്പോ ഓന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം അള്ളാഹുവെ താഴെ അടിക്കുക ഗുഹയ്ക്കകത്ത്. ആരാ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും ഇങ്ങനെ വിറയ്ക്കുക. അബൂബക്കർ തങ്ങളുടെ കയ്യും കാലും ഇങ്ങനെ വിറയ്ക്കുക. എന്തേ അബൂബക്കറെ? നബിയേ, ഓമാരിതാ മുകളിൽ എത്തിക്കഴിഞ്ഞു, ശത്രുക്കള് മുകളിൽ വന്നു കഴിഞ്ഞു. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ദാ ഇവിടെ അടിക്കുന്ന നബിയെ. അവനെങ്ങാണ് ഒന്ന് താഴേക്ക് നോക്കിയ നമ്മളെ പിടിക്കും നബിയെ, നമ്മളെ കൊല്ലും നബിയെ. റസൂലുള്ള ചിരിക്കുക. എടാ, ഇതൊന്നും സിനിമ കഥയല്ല, ഇതൊന്നും വെറുതെ കെട്ടുകഥയല്ല. നീ മുസ്ലിമാണെന്ന് നീ മറന്നു പോകും. നമ്മൾ പലപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന് ചിരിക്കുക. അബൂബക്കർ തങ്ങൾ എന്തേ നബിയെ ചിരിക്കണേ, എന്തേ നബിയെ ചിരിക്കണേ? അല്ല, ഞാൻ നീ പറയണ കാര്യം ഓർത്തിട്ട് ചിരിച്ച. എന്തേ നബിയെ ചിരിക്കണേ? അവനെങ്ങാനും അവന്റെ കാലിലേക്ക് നോക്കിയാ നമ്മളെ കൊല്ലൂല്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെന്തെന്നറിയ? അബൂബക്കറെ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ അബൂബക്കറെ? അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? നമുക്ക് അധികാരമില്ല, ആൾബലമില്ല, നമ്മൾ ന്യൂനപക്ഷമാ. പക്ഷെ നമ്മുടെ കൂടെ ആരുണ്ട്? അല്ലാഹുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമർ അവിടെ നിന്ന് അബൂബക്കർ തങ്ങളോട് പറഞ്ഞു കൊടുത്തെന്നറിയോ? ഓന്റെ കാലി നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ലാഹ് തീരുമാനിക്കണം. എന്റെ പൊന്ന് ചങ്ങാതിമാരെ, ഇവന്മാരൊക്കെ എത്ര തലകുത്തി മറിഞ്ഞാലും അവസാന വിജയം നമുക്ക് തന്നെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം ഇന്ന് വരെ ഭൂരിപക്ഷം ജയിച്ച ഒരു യുദ്ധവും ഇല്ല. ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്ക്. ഇന്ന് വരെ നടന്ന സർവ്വ യുദ്ധങ്ങളിലും ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ. ബദറാകട്ടെ, ഉഹദാകട്ടെ, ഹന്തക്കാകട്ടെ, ഖൈബറാകട്ടെ, തബൂക്കാകട്ടെ, ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്ക്. ഇന്ന് വരെ യുദ്ധത്തിൽ ഭൂരിപക്ഷമല്ല ജയിച്ചത്, ന്യൂനപക്ഷമാ ജയിച്ചത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അന്തിമ വിജയം നമുക്ക് തന്നെയാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ അവിടെ കൊല്ലുന്നല്ലോ, ഇവിടെ കൊല്ലുന്നല്ലോ, 27 കോടി മുസ്ലിമീങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ, നമ്മൾ ദുആ ചെയ്തിട്ട് അള്ളാഹു സ്വീകരിക്കുന്നില്ലല്ലോ. അത് സത്യം തന്നെയാണ്. നമ്മളൊക്കെ ദുആ ചെയ്തു, കോടതിയുടെ വിധി നമുക്ക് അനുകൂലമാകണം, അനുകൂലമായില്ല. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹിനോട് ദുആ ചെയ്ത ആര് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. ആര് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും. അതിനൊരു കാരണമുണ്ട്. ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ ആനയെ കുറിച്ച് പറയുന്ന ഒരു സൂറത്തുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ നോക്ക്. അബ്രഹത്തിന്റെ ആനപ്പട അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ വന്ന രംഗമുണ്ട്. അബ്രഹത്തിന്റെ ആനപ്പട അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ വന്നപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ താലിബാണോ അബ്ദുൽ മുത്തലിബാണോ ആരുമാകട്ടെ, അവരും മറ്റുള്ള നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരോ വന്നിട്ട് പറഞ്ഞു അബ്രഹത്തിന്റെ ആനപ്പട കഅബാലയം പൊളിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ കഅബയുടെ കില്ലയിൽ പിടിച്ചിട്ട് പറഞ്ഞു, കഅബയുടെ നാഥ, നിന്റെ വീട് നീ നോക്കിക്കൊള്ളണം. ഇത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ചിന്തിക്കണം, നിസ്കാര തഴമ്പും താടിയുടെ നീളമുള്ള ആളല്ല പറഞ്ഞത്. കഅബാലയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, കഅബയുടെ റബ്ബേ, നിന്റെ വീട് നീ നോക്കിക്കൊള്ളണം. അബാബീൽ എന്ന് പറയുന്ന കുരുവി പോലുള്ള കിളികളെ ഇറക്കിയിട്ട് അള്ളാഹു ഈ ആനപ്പടയെ നശിപ്പിച്ചതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്നാ 27 കോടി മുസ്ലിമീങ്ങളും നോമ്പ് പിടിച്ചു. അള്ളാഹുവേ, കൂട്ട പ്രാർത്ഥന, ഒറ്റ പ്രാർത്ഥന, തഹജ്ജുദ് പ്രാർത്ഥന എന്തൊക്കെയായിരുന്നു. എടാ, കോടതിയുടെ കണ്ണല്ല ആദ്യം തുറക്കേണ്ടത്, നമ്മുടെ കണ്ണ ആദ്യം തുറക്കേണ്ടത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹിനെ പേടിയില്ലാതെ നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ വെള്ളത്തിൻ്റെ അകത്തു മുങ്ങിച്ചാകുന്ന സമയത്ത് അവൻ എങ്ങനെ അള്ളാനെ വിളിക്കുന്നോ അതുപോലെ ദുആ ചെയ്യേണ്ട ഒരു കാലം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നേ. അപ്പൊ ആദ്യം വേണ്ടത് ഈമാനാ വേണ്ടേ? ആദ്യം നമുക്ക് ഈമാനാ വേണ്ടേ? നമുക്കിപ്പൊ നഷ്ടപ്പെട്ടത് ഈമാനാ. ഈ കേന്ദ്ര സർക്കാർ ഈ നിയമം കൊണ്ടുവന്നപ്പോ അവരാഗ്രഹിച്ചത് നമ്മളെ പേടിപ്പിക്കാനാ. അതിലവന്മാര് വിജയിച്ചു. ഇത് നടപ്പിലാകോ ഇല്ലേ അതല്ല വിഷയം. എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്റെ കാര്യം. എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് എന്റെ ഉമ്മാടെ വയറ്റിൽ വന്നിട്ട് എന്റെ ആയുസ് എഴുതി, എന്റെ റൂഹ് എഴുതി, എന്റെ റിസ്ക് എഴുതി, എന്റെ ഭാര്യയുടെ പേരെഴുതി, എനിക്ക് ഉണ്ടാകുന്ന മക്കളുടെ പേരെഴുതി, സർവ്വ കാര്യങ്ങളും എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ മലക്കുകൾ എഴുതി വെച്ചിരിക്കുകയാ. ഇനി എനിക്ക് ഇന്ത്യയിൽ പൗരത്വം കിട്ടുമോ ജയിലിൽ പോകുമോ? ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നതാ. അത് തട്ടിമാറ്റാൻ ആരെങ്കിലും കൊണ്ട് പറ്റുമോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. എന്റെ പൗരത്വം നഷ്ടപ്പെട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കാൻ വിധിയുണ്ടെന്ന് എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ തന്നെ കടന്നപ്പം മലക്കുകൾ എഴുതി വെച്ചിരിക്കുക. അത് തട്ടിമാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റുമോ? ഉള്ളത് പറ്റുമോ? അള്ളാഹു നിന്റെ പൗരത്വം നഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ നടക്കോ? ഇല്ല. പിന്നെ നീ എന്തിനാ പേടിക്കണേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകളെ തന്റെ ഖാദിമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ മുത്തുനബി പോയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് ചെന്നു. പക്ഷേ പ്രവാചകന് സമാധാനമില്ല. കാരണം തന്റെ പൊന്നുമോള് മക്കയില, തന്റെ പൊന്നാര മകള് മക്കയില. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വന്ന് നോക്കിയിരിക്കുക, ഫാത്തിമാനെ കാണുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ 2 പെമ്മക്കളെയും കൊണ്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് വരുമ്പോ ശത്രുക്കള് കലി പിടിച്ചിട്ട് നടക്ക. വാപ്പാനെ കിട്ടിയില്ലെങ്കിൽ മോളെയെങ്കിലും കൊല്ലണം. എന്തായാലും മുഹമ്മദിനെ കിട്ടിയില്ല. ആ മുഹമ്മദിന്റെ മകളെയെങ്കിലും കൊന്നിട്ട് സമാധാനിക്കണം. ശത്രുക്കൾ മുഴുവനും പാഞ്ഞു നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് കേട്ടോ, ചരിത്രമാ പറയണേ. ഫാത്തിമ ബീബിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിനെ അവര് വെട്ടിക്കൊന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിനെ ശത്രുക്കൾ കൊന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ എന്ന ചെറിയ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഈ കാണുന്ന വഴി മദീനത്തേക്കുള്ള വഴിയാ, ഓടിക്കോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ആ സഹാബി പറഞ്ഞു കൊടുത്തു, ഇതിലെ നേരെ പോയാൽ മദീനത്ത് പോകാം, ഇതിലെ നേരെ പോയാൽ നിന്റെ ഉപ്പാന്റെ അടുക്കലേക്ക് പോകാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പെമ്മക്കളോട് പറഞ്ഞു, ജീവനും കൊണ്ടോടിക്കോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, നിങ്ങൾ കിതാബ് എടുത്ത് നോക്ക്. 1/2 കിലോമീറ്റർ നടക്കാൻ നിനക്ക് കഴിയില്ലല്ലോ. എങ്കിലും ഫാത്തിമ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് 200 കിലോമീറ്ററുകളിൽ പുറത്ത്, ഏകദേശം 250ഓളം കിലോമീറ്ററുകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഓടുകയാ. ഇത് വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ ഹദീസ് എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുണ്ടല്ലോ, അള്ളാഹുവേ, ശത്രുക്കൾ അവിടെ നിന്ന് കൊല്ലാമെന്നപ്പോ അവിടെ നിന്ന് ഓടുകയാണ്. ഏകദേശം 200 കിലോമീറ്ററിനപ്പുറമുണ്ടല്ലോ. അതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമില്ല. തന്റെ പൊന്നാര മകളാണല്ലോ, കരളിന്റെ കഷ്ടമാണല്ലോ. മരണപ്പെടുന്ന സമയത്ത് ഫാത്തിമാനെ കയ്യിൽ കൊടുത്തിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത്, എന്റെ പൊന്നാര മകളെ കരയിപ്പിക്കരുതെന്നാ.
എന്റെ പൊന്നാര മകളെ വേദനിപ്പിക്കരുതെന്നോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ മദീനത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പടച്ചവരെ, അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ തന്റെ പൊന്നാര മകൾ ഇങ്ങനെ വരികയാണ്. പടച്ചവരെ, ശരീരം മുഴുവനും അതാ വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥയിൽ തന്റെ പൊന്നാര മകൾ ഇങ്ങനെ ഓടി വരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടുകയാണ്. തന്റെ ഫാത്തിമാനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഫാത്തിമാനെ സമാധാനിപ്പിക്കുകയാ. പടച്ചവനെ, അങ്ങനെ പ്രവാചകൻ തന്റെ പൊന്നാര മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഫാത്തിമയ്ക്ക് സമാധാനമായി, ഉമ്മു കുൽസുമിന് സമാധാനമായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് ഇങ്ങനെ കഴിയുകയാണ്. ഉസ്മാന് തങ്ങളും റുഖിയ്യയുമുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ മദീനത്ത് കിടക്കുമ്പോഴാണ് ബദർ യുദ്ധം കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് ബദറിലേക്ക് പോകുമ്പോ റുഖിയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ രോഗിയാണ്. അവിടുന്ന് വല്ലാത്ത പ്രയാസത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ബദർ യുദ്ധത്തിന് വരണ്ട, ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യൂ. അവിടുന്ന് പടച്ചവനെ പ്രവാചകൻ അവിടുന്ന് അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ അതാ യുദ്ധത്തിന് പോയി. പ്രവാചകന് ബദറിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോയി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് രോഗം കൂടുകയാണ്. പടച്ചവനെ, അതാ റുഖിയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മരണപ്പെടുകയാണ്. അവിടുന്ന് മരണപ്പെടുകയാണ്. ഫാത്തിമ ബീവിയുടെ താത്തയാണല്ലോ, ഫാത്തിമ ബീവിയുടെ ജ്യേഷ്ഠത്തിയാണല്ലോ. അവിടുന്ന് പടച്ചവനെ, ജ്യേഷ്ഠത്തി മരണപ്പെട്ടു. വാപ്പയാണെങ്കിൽ നാട്ടിലില്ല, വാപ്പ നാട്ടിലില്ല. സ്വന്തം സഹോദരി മരണപ്പെട്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീയാണെങ്കിൽ എന്ത് ചെയ്യും പൊന്നുമോള്? നിന്റെ അവസ്ഥയെ കുറിച്ച് നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂവി എന്തൊക്കെ കാണിക്കും പെങ്ങള്. പക്ഷേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര ജ്യേഷ്ഠത്തി മരണപ്പെട്ടു. പടച്ചവനെ, ഫാത്തിമ വിളിച്ചു കൂവിയില്ല. അവിടുന്ന് സമാധാനത്തോടു കൂടിയിരിക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് ബദർ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടുകയാണ്. വാപ്പാനെ കാണുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടുകയാണ്. ഓടിച്ചെന്ന് തന്റെ പിതാവിന്റെ കയ്യിൽ പിടിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചു. വാപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് മഹ്ദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ എന്ന് പറയുന്ന ആ ചെറിയ മകളുണ്ടല്ലോ, വാപ്പാനെ കൊണ്ടുപോയത് എവിടെയെന്നറിയുമോ? തന്റെ ഇത്താടെ ഖബറിന്റെ ചാരത്താ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് അതാ മറ്റൊരു മകളുടെ ഖബറിന്റെ ചാരത്തേക്ക് കൊണ്ടുപോവുകയാണ്. പടച്ചവനെ, അങ്ങനെ അതാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അങ്ങ് മരണപ്പെടുകയാണ്. അത് കഴിഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമ്മു കുൽസും എന്ന് പറയുന്ന പൊന്നുമോള് അതാ ഉസ്മാന് തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ പിന്നെയും ഒറ്റപ്പെടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും ഫാത്തിമയും മാത്രമേ വീടിന്റെ അകത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനമല്ലാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പ്രായപൂർത്തിയാവുകയാ. അവിടുന്ന് 18 വയസ്സായി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 18 വയസ്സായി. പടച്ചവനെ, വിവാഹപ്രായമെത്തി. അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഫാത്തിമ പൊന്നുമോളെ, നീ ഒറ്റയ്ക്കാണല്ലോ, നിനക്കൊരു വിവാഹ ജീവിതം വേണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകളോട് പറയുകയാ, തന്റെ പൊന്നാര മകൾക്ക് പ്രായപൂർത്തിയായി 18 വയസ്സായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ,
നിനക്ക് വിവാഹപ്രായമെത്തി, നിന്റെ വിവാഹപ്രായമെത്തി, നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയുണ്ടായി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് വലിയ വലിയ സമ്പന്നന്മാരായ സഹാബത്ത് കടന്നു വന്നു. പല പല വലിയ വലിയ സഹാബികൾ, സമ്പന്നന്മാര് കടന്നു വന്നു. എന്തിന്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബികളായ ഉമർ തങ്ങളും അബൂബക്കർ തങ്ങൾ ഉൾപ്പെടെ വലിയ വലിയ സഹാബത്ത് വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകളെ വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചു. ആർക്കും അള്ളാഹിന്റെ റസൂല് കെട്ടിച്ചു കൊടുത്തില്ല. പിന്നെ ആർക്കാ കെട്ടിച്ചു കൊടുത്തത്? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അലിയാർ തങ്ങൾക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകന് വിവാഹം കഴിച്ചു കൊടുത്തത്. ചരിത്രം പറയുന്നു, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ, ഫാത്തിമയെ അവിടെ നിന്ന് അലിയാര് തങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ. ചരിത്രം പറയുകയാ, അള്ളാഹുവെ പടച്ചവനെ, ഫാത്തിമ ബീവിയുടെ വിവാഹ ആലോചനകളൊക്കെ ഇങ്ങനെ നടക്കുമ്പോ അലിയാര് തങ്ങൾക്ക് ഫാത്തിമ ബീവിയെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം 10ാമത്തെ വയസ്സിൽ മുത്തുനബിയുടെ കൂടെ കൂടിയ സഹാബിയ അലിയാര് തങ്ങള്. ഫാത്തിമ ബീവിയെ വല്ലാത്ത സ്നേഹമായിരുന്നു. അപ്പൊ ആരോ പറഞ്ഞു, അലിയെ, ഫാത്തിമ ബീവിയുടെ കല്യാണ ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോ അലിയാര് തങ്ങൾക്കൊരു ആഗ്രഹം, ഫാത്തിമ ബീവിയെ വിവാഹം കഴിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് ചോദിക്കണം. അലിയാര് തങ്ങൾ നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു പെണ്ണ് ചോദിക്കാൻ. പെണ്ണ് ചോദിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന്റെ വീട്ടിൽ വന്നു. പ്രവാചകനെ കണ്ടപ്പോ അലിയാര് തങ്ങളുടെ കൈകാലി വിറയ്ക്കാൻ തുടങ്ങി. പെണ്ണ് ചോദിക്കാൻ വന്നതാ. പക്ഷെ അലിയാര് തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ കണ്ടപ്പോഴത്തേക്ക് പേടിച്ചു പോയി. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അലിയെ, എന്തിനാ ഇപ്പൊ വന്നേ? ഒന്നുമില്ല നബിയെ. അലിയെ, നീ എന്തിനാ ഇപ്പൊ വന്നേ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും ചോദിച്ചു. അലിയാര് തങ്ങൾ പേടിച്ചിട്ട് മറുപടി പറഞ്ഞില്ല, ഒന്നുമില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അലിയെ, എന്റെ ഫാത്തിമാനെ നീ വിവാഹം കഴിക്കുമോ? എന്റെ ഫാത്തിമാനെ നീ വിവാഹം കഴിക്കുമോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കി, എന്തിന് ഞാനിത് പറഞ്ഞതെന്നറിയോ? ഞാൻ ഇവിടെ വന്നപ്പോ ഏതോ ഒരു സഹോദരി ഒരു എഴുത്തെഴുതി തന്നിട്ടുണ്ട്, ഉസ്താദെ, ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളെ കുറിച്ചൊന്ന് പറയണമെന്ന്. ഞാൻ എന്താ പറയുക? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. 2 പെമ്മക്കളുള്ള വാപ്പമാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. 2 പെമ്മക്കളുള്ള, എന്താ നിങ്ങൾക്ക് പേടിയണ്ട? അള്ളാഹു 2 പെമ്മക്കളെ തന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. കെട്ടിച്ചതാണെങ്കിലും കുഴപ്പമില്ല, കൈപൊക്കിക്കേ. ശരി, ഒരെണ്ണം ഉള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അൽഹംദുലില്ലാഹ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 പെമ്മക്കളെ ആരെങ്കിലും നല്ല നിലയിൽ വളർത്തിയിട്ട് വിവാഹം കഴിച്ചു കൊടുത്ത അവൻ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 2 പെമ്മക്കളെ അള്ളാഹു നിങ്ങൾക്ക് ആർക്കെങ്കിലും നൽകി, ആ 2 പെമ്മക്കളെ നല്ലതുപോലെ വളർത്തിയിട്ട് കെട്ടിച്ചു കൊടുത്താൽ മതി. നാളെ സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ പോകാം. അള്ളാഹു നിങ്ങൾക്ക് ഈ ഭാഗ്യം തരുമാറാകട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾക്ക് 18 വയസ്സ്, അലിയാര് തങ്ങൾക്ക് 21 വയസ്സ്. കെട്ടിക്കാൻ പ്രായമായപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് ഫാത്തിമയോട് ചോദിച്ചു, മോളെ, നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കട്ടെ. എന്നാൽ നമ്മൾ ചോദിക്കാറുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ വാപ്പായ്ക്ക് അതിനുള്ള ഭാഗ്യം കിട്ടാറില്ല. പണ്ട് നിങ്ങളൊക്കെ പെണ്ണ് കെട്ടിയ കാലം ആലോചിച്ചു നോക്കിയേ. ഈ ഇരിക്കണ പ്രായമുള്ള വാപ്പാമാരൊക്കെ ഒരു ദിവസം പെണ്ണ് കാണാൻ പോയി. ഈ ഇരിക്കണ താത്താമാരൊക്കെ, പ്രായമുള്ള ഈ ഉമ്മമാരൊക്കെ സ്കൂള് വിട്ട് വീട്ടിൽ കയറി വന്നപ്പോ വാപ്പ പറഞ്ഞു, മോളെ, നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, ആ ഇരിക്കുന്നതാണ് പുതിയ ആപ്പട. ഒറ്റ കരച്ചല് കഴിഞ്ഞു, ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്നാൽ ഇന്നത്തെ കാലത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവളും +1 പഠിക്കുന്നവളും വീട്ടിൽ കയറി വന്നിട്ട് വാപ്പാനോട് പറയും, ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് അവനെ കെട്ടിച്ചേരണം. അപ്പൊ വാപ്പ അവനെ കുറിച്ച് അന്വേഷിച്ചിട്ട് പറയും, മോളെ, അവൻ നമ്മുടെ ജാതിയല്ല, അവന്റെ സ്വഭാവം ശരിയല്ല, അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് ഓനെ തന്നെ മതി. എന്നാ പണ്ടുള്ളവരങ്ങനെ ആയിരുന്നില്ല സഹോദരങ്ങളെ. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. ഒരു മനോഹരമായ ചരിത്രം ഞാൻ പറയാം. മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നു. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനാ. ഈ മുബാറക് എന്ന് പറയുന്ന അടിമയെ ഒരു ദിവസം യജമാനം വിളിച്ചിട്ട് പറഞ്ഞു, മുബാറക്കെ, വീട്ടിൽ വിരുന്നുകാര് വന്നിരിക്കുന്നു, നീ പോയിട്ട് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് 1 കുലം മുന്തിരി പറിച്ചു കൊണ്ടുവാ.
മുബാറക് എന്ന് പറയുന്ന അടിമ നേരെ മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് ഒരു കുല മുന്തിരി പറിച്ചു, യജമാനന്റെ മുന്നിൽ കൊണ്ടുവച്ചു. യജമാനൻ ഒരു മുന്തിരി എടുത്ത് തിന്നു നോക്കിയപ്പോ വല്ലാത്ത കയ്പ്. പോയി പറഞ്ഞു, എടാ പോയിട്ട് മധുരമുള്ളത് പറിച്ചോണ്ട് വാടാ. മുബാറക് എന്ന് പറയുന്ന അടിമ രണ്ടാമത് മുന്തിരിത്തോട്ടത്തിൽ പോയി ഒരു കുല മുന്തിരി കൂടെ കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു. അതും തിന്നു നോക്കിയപ്പോ വല്ലാത്ത പുളിപ്പ്. യജമാനന് ദേഷ്യമായി. അവിടെ നിന്ന് പറഞ്ഞു, മുബാറക്കെ മധുരമുള്ളത് പറിച്ചു കൊണ്ടുവരാനാ പറഞ്ഞ്, പോയിട്ട് വാടാ. അങ്ങനെ മൂന്നാമതും മുബാറക് എന്ന് പറയുന്ന അടിമ മുന്തിരിത്തോട്ടത്തിൽ പോയി നോക്കി, ഒരു കുല മുന്തിരി കണ്ടു. മുറിച്ചുതേതാ നിനക്കറിയില്ലേടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തല്ലുമ്പോ അടികൊള്ളുന്നതിന്റെ ഇടയിൽ മുബാറക് എന്ന് പറയുന്ന അടിമ ചോദിച്ചു, എന്നോട് മുന്തിരിത്തോട്ടത്തിൽ പള്ളികളിൽ കാസർഗോഡ് പോകട്ടെ, ഏകദേശമുള്ള പള്ളിയിൽ നമസ്കരിക്കാൻ പോകുമ്പോ മൂത്രം ഒഴിക്കാൻ വേണ്ടി മൂത്രപ്പരയുടെ മുന്നിൽ ചെല്ലുമ്പോ അവിടെ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വരെ വെട്ടിയിട്ടുകൊണ്ടിരിക്കുക, അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. പള്ളിയുടെ മൂത്രപ്പരയുടെ മുന്നിൽ കിടക്കുന്ന ചെരുപ്പ് വരെ ഇങ്ങനെ മൂഭാഗം മുറിച്ചിട്ടിരിക്കുക, എന്തിന്? എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ. പള്ളിയുടെ മൂത്രപ്പര ഇരിക്കണ കപ്പ് എന്തിനാ കെട്ടിയിടുന്നത്? നിങ്ങൾ പറ, തറയിൽ വീഴാതിരിക്കാനാ? നിങ്ങൾ സത്യം പറ. ഈ പള്ളിയിലെ മൂത്രപ്പരയിൽ ഇരിക്കണ കപ്പ് കെട്ടിയിടുന്ന ചങ്ങലയിൽ ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതും വെടിച്ചിട്ടാനെ. എന്തിന്? അതുവരെ അടിച്ചുകൊണ്ട് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉള്ളത് പറഞ്ഞാതി, ഞാൻ പറഞ്ഞത് ഉള്ളതല്ലേ. ഈ പള്ളിയുടെ മൂത്രപ്പരയിരിക്കണ കപ്പ് കെട്ടിയിടുന്ന എന്തിനാ? അതും അളവ് പോട്ട് ഒരു നീളം അനുസരിച്ച് കെട്ടിയിട്ടിരിക്കുക. ആ മൂത്രപ്പരയുടെ മുന്നിൽ കിടക്കണ ചെരുപ്പ് വരെ അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ കെട്ടിയിരിക്കുക. എന്നാ 10 കൊല്ലം ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് താഴെ വീണ ഒരു മുന്തിരി പോലും എടുത്തു തിന്നില്ല. ഈ മനുഷ്യന്റെ കയ്യെ പിടിച്ചിട്ട്, ഈ മുബാറക് എന്ന് പറയുന്ന അടിമയുടെ കയ്യെ പിടിച്ചിട്ട് നേരെ വീടിന്റെ അകത്ത് പോയി കോടീശ്വരനായ വലിയ കുടുംബ മഹിമയുള്ള മുതലാളി. എന്നിട്ട് മോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നിനക്കൊരു പുതിയാപ്പളയ വാപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. ആരാ ഉപ്പ? എനിക്ക് വേണ്ടി എന്റെ വാപ്പ തെരഞ്ഞെടുത്ത പുതിയാപ്പളയാരാ? നമ്മുടെ തോട്ടത്തിൽ ജോലി ചെയ്യണ മുബാറക് ഉണ്ടല്ലോ, ഓന. ഈ മോള് ചോദിച്ചു, എന്തേ ഉപ്പ ഓനെ തിരഞ്ഞെടുത്തേ? എന്റെ വാപ്പ അവനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ആ സമയത്ത് വാപ്പ പറഞ്ഞു കൊടുത്തു, ഇനി എന്റെ ജീവിതകാലം മുഴുവനും നിനക്ക് പുതിയാപ്പളയെ തെരഞ്ഞാലും ഇവനെക്കാലം നല്ല ഒരുത്തനെ എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റൂല. ആ മോള് ചോദിച്ചു, വാപ്പായ്ക്ക് ഇഷ്ടമാണോ? വാപ്പായ്ക്ക് ഇഷ്ടമാണോ? ഇഷ്ടവാ, എനിക്ക് ഇഷ്ടവാ വാപ്പ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ മകന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, പെൺമക്കൾ 21 വയസ്സ്, 18 വയസ്സ്, തന്റെ മക്കൾക്ക് 21 വയസ്സ് വിവാഹപ്രായം എത്തിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് ഫാത്തിമ എന്ന് പറയുന്ന മകളോട് ചോദിച്ചു, നിന്റെ കല്യാണം കഴിക്കാൻ സമയമായി, കെട്ടിച്ചു കൊടുക്കട്ടെ? അവിടെ നിന്ന് ചോദിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലിയാര് തങ്ങള് വീട്ടിൽ കയറി വന്നപ്പോ ചോദിച്ചു, അലിയേ, എന്റെ ഫാത്തിമാനെ നീ വിവാഹം കഴിക്കുമോ? ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാണ് മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറഞ്ഞു കൊടുത്തത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. അള്ളാന്റെ റസൂല് ചോദിക്കുമ്പോ അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാ. അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, എനിക്ക് സമ്മതമാണ് നബിയേ, എനിക്ക് സമ്മതമാണ് നബിയേ. അലിയാര് തങ്ങളുടെ ജോലി എന്തെന്നറിയോ ബാപ്പാ? അല്ലാഹുവേ, അതാ പുല്ലിങ്ങനെ വെട്ടുകയാണ്. പുല്ലുകൾ വെട്ടിയിട്ട് ഉണക്കിയിട്ട് അതാ കുതിരയും ഒട്ടകവും ഉള്ളവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവരാ. സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് അലിയാര് നിങ്ങളോട് ചോദിച്ചു, എന്റെ ഫാത്തിമാനെ വിവാഹം കഴിക്കുമോ? സമ്മതമാണ് നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, അലിയേ, മഹർ കൊടുക്കണമല്ലോ, മഹർ കൊടുക്കണമല്ലോ. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അലിയേ? യാ റസൂലല്ലാഹ്, ഒരു കുതിരയുണ്ട് നബിയേ, ഒരു വാളുണ്ട് നബിയേ, ഒരു പരിചയുണ്ട് നബിയേ. അള്ളാഹുവിന്റെ റസൂലിനോട് അലിയാര് തങ്ങൾ പറയുകയാണ്, മഹർ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, എന്റെ വീട്ടിലൊരു കുതിരയുണ്ട്, ദുൽഫുഖാർ എന്ന് പറയുന്ന ഒരു വാളുണ്ട്, ഒരു പടയങ്കിയുണ്ട്, ഇതല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ.
അള്ളാന്റെ റസൂല് പറഞ്ഞു സഞ്ചരിക്കാൻ കുതിര വേണമല്ലോ, യുദ്ധം ചെയ്യാൻ വാള് വേണമല്ലോ. പക്ഷേ അലിയേ ആ പടയങ്കി കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസയുമായി വാ. അലിയാര് തങ്ങൾ ഓടുകയാണ്. തന്റെ വീടിന്റെ അകത്തേക്ക് ഓടിച്ചെന്നിട്ട് പടച്ചവനെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോൾക്ക് മഹർ കൊടുക്കാരാ. അവിടെ നിന്ന് ഓടിച്ചെന്നു. പടച്ചവനെ പടയങ്കി എടുത്തുകൊണ്ട് കമ്പോളത്തിലേക്ക് ഓടുകയാണ്. അള്ളാഹുവേ, വിൽക്കുന്നതിന് വേണ്ടി കമ്പോളത്തിൽ പോയി നിൽക്കുമ്പോ ആരാ വാങ്ങാ വരുന്നതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എന്റെ പെങ്ങളെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിച്ചു, എന്തിനെ അലിയെ ഇവിടെ നിൽക്കുന്നത്? അല്ലാഹുവേ, അവിടെന്ന് പറഞ്ഞു കൊടുത്തു, പടയങ്കി വിൽക്കാമെന്നതാണ്. ഫാത്തിമയ്ക്ക് മഹർ കൊടുക്കണമല്ലോ. ഉസ്മാൻ തങ്ങൾ അവിടെന്ന് പടച്ചവനെ ഒരു വില പറഞ്ഞു. 400 ആണെന്നും 480 രൂപയാണെന്ന് പറയുന്നു. അവസാനം പടച്ചവനെ അവിടെന്ന് അതാ ഉസ്മാൻ തങ്ങൾ വാങ്ങി പൈസ കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും കൂടെ നടന്ന് മുത്തുനബിയുടെ മുന്നിലേക്ക് പോകുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഈ പ്രായം ചെന്ന് എനിക്കെന്തിനാ പടയങ്കി? അലിയെ, നീ യോദ്ധാവാണല്ലോ, നീ തന്നെ വെച്ചോ അലിയെ. രണ്ടുമായിട്ട് അല്ലാഹുവേ അവിടെ നിന്ന് മുത്തുനബിയുടെ ചാരത്ത് ചെന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് 480 ദിർഹം കൊണ്ട് വെച്ച് കൊടുത്തപ്പോ അതിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് 400 ദിർഹം എടുത്തു. 80 ദിർഹം അലിയാര് തങ്ങളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. 400 ദിർഹം ഫാത്തിമയ്ക്ക് മഹർ, 800 ദിർഹം കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അലിയേ, ഫാത്തിമയ്ക്ക് പുതിയ വസ്ത്രം വാങ്ങണമല്ലോ, കല്യാണത്തിന്റെ ആവശ്യമായ സാധനങ്ങൾ വാങ്ങണമല്ലോ. 800 അല്ലാഹുവേ 80 ദിർഹം കയ്യിൽ കൊടുത്തിട്ട് മുത്തുനബി പറഞ്ഞു വിടുകയാ. അലിയാര് നിങ്ങൾ കടന്നു ചെന്നു. ഫാത്തിമയ്ക്കിടാനുള്ള ഒരു വസ്ത്രം വാങ്ങി, പടച്ചവനെ ആവശ്യമുള്ള ചില സാധനങ്ങൾ വാങ്ങി. അങ്ങനെ ഫാത്തിമ ബീവിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ഫാത്തിമ ഒരുങ്ങുകയാ. പാതാപ്പന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പൂച്ചക്കാടിന്റെ പരിസരത്തുള്ള പണക്കാരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് മണവാട്ടിയായി ഒരുങ്ങി ഇറങ്ങുകയാണ്. അലിയാര് തങ്ങളുടെ കൊണ്ടുകൊടുത്ത വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ധരിച്ചു. എന്നിട്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവി ഒരുങ്ങി ഇങ്ങനെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ അല്ലാഹുവേ, അലിയാര് തങ്ങളുടെ ഭാര്യയാകാര് മുത്തുനബിയുടെ പൊന്നുമോൾ ഒരുങ്ങി ഇറങ്ങുമ്പോ അലാ അബൂബക്കർ തങ്ങളുടെ മുഖം പൊത്തിപ്പിടിച്ചിട്ട് ഓടുകയാണ്. തന്റെ മുഖം ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കാണാതെ വീടിന്റെ സൈഡിൽ പോയിരുന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങള് കരയുകയാ. സഹാബത്ത് ചോദിക്കുന്നു അബൂബക്കർ തങ്ങളോട്, എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? അവിടെന്ന് ചോദിച്ചു സഹാബാ, എന്റെ റസൂലുള്ളാഹിന്റെ മോള് ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ? അലിയാര് തങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പുതിയ വസ്ത്രം വിട്ട് വെളിയിലിറങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കരഞ്ഞതെന്തിനെന്നറിയോ? ചോദിച്ച സഹാബത്തിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ മോളുടെ വസ്ത്രം കണ്ടോ? ഫാത്തിമ ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ? പാവപ്പെട്ടവര് ധരിക്കുന്ന വസ്ത്രമാണ് ഫാത്തിമ ധരിച്ചിരിക്കുന്നത്. മുത്തുനബിയുടെ പൊന്നുമോളുടെ അവസ്ഥ കണ്ടിട്ടാ സഹാബ ഞാൻ കരയുന്നത്. അവിടെ നിന്ന് പടച്ചവനെ അബൂബക്കർ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, തന്റെ പൊന്നാര മക്കളുടെ കല്യാണം നടത്തുമ്പോ ഗാനമേള നടത്തുന്നവരും ലക്ഷങ്ങള് ചിലവഴിക്കുന്നവർ സ്വർണത്തിന്റെ ചെരുപ്പ് വരെ ഇട്ടുകൊടുക്കുന്ന മുസ്ലിമേ,
എന്റെ പ്രിയപ്പെട്ട പൂച്ചക്കാടിന്റെ പരിസരത്തുള്ള ചെറുപ്പക്കാരോട്, എടാ പൊന്നുമോനെ, അലിയാർ തങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ ഫാത്തിമായിക്ക് വാങ്ങിക്കൊടുത്ത വസ്ത്രം കണ്ടിട്ട് അവിടത്തെ സഹാബത്ത് പോലെ കരഞ്ഞു പോവുകയാണ്. കാരണം കൊടുക്കാനൊന്നുമില്ലല്ലോ. നിക്കാഹിന് വേണ്ടി തയ്യാറെടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അലിയേ, നിക്കാഹ് കഴിഞ്ഞാൽ വലീമ കൊടുക്കണമല്ലോ, ഭക്ഷണം കൊടുക്കണമല്ലോ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അലിയാർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ആകെയുണ്ടായിരുന്നത് 80 രൂപയാണ്, 80 ദിർഹമാണ്. അതുകൊണ്ട് ഫാത്തിമ ബീവിക്ക് വസ്ത്രം വാങ്ങി, അലിയാർ തങ്ങളുടെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി. ഇനി എങ്ങനാ പടച്ചവനെ കല്യാണത്തിന് വന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അലിയാർ തങ്ങളുടെ കണ്ണ് നിറയുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു ഓടി വന്നിട്ട് പറയുന്നു, അലിയേ, എന്റെ വീട്ടിലൊരാട് നിൽക്കുന്നുണ്ട് അലിയേ, എന്റെ വീട്ടിലൊരാട് നിൽക്കുന്നുണ്ട്. ഞാൻ നിനക്ക് വെറുതെ തരാ, ഞാൻ നിനക്ക് സദഖ തരാ. സഅദ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നൊരാടിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് വന്ന് അതാ അലിയാർ തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അലിയേ, ഇതിനെ അറുത്തിട്ട് കൊടുക്കലിയേ. അതാ 3 സ്വഹാബികളുണ്ടല്ലോ, അവര് പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങൾ തരാം, ഗോതമ്പ് മാവ് ഞങ്ങൾ തരാം. അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ അലിയാർ തങ്ങൾ കരയുകയോ. ഇതാരുടെ വിവാഹമാവാപ്പാ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയുടെ പൊന്നുമോളുടെ വിവാഹമാണ് ഈ നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിനക്ക് പണമുള്ളവനെ മതി, സൗന്ദര്യമുള്ളവനെ മതി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വിവാഹത്തിന്റെ അന്ന് പടച്ചവനെ എന്തൊക്കെ കോമാളിത്തരങ്ങളാടാ കാണിക്കുന്നത്. പടച്ചവനെ, അതാ ഇന്ന് പല കല്യാണങ്ങളിലും നടക്കുന്ന രംഗമെന്തെന്നറിയോ? അതാ പടച്ചവനെ, ഒരേ കളറുള്ള ഉടുപ്പ്, ഒരേ കളറുള്ള ഉടുപ്പ് എല്ലാവർക്കും പടച്ചവനെ കൂട്ടുകാർക്ക് വരെ വാങ്ങിക്കൊടുക്കുകയാണ്. ഒരു പുതിയ ട്രെൻഡാണല്ലോ. അതാ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ നിറമുള്ള അതാ സാരി. എന്റെ പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ, അല്ലാഹുവേ, അത് കണ്ടിട്ട് സ്വഹാബത്ത് കരഞ്ഞു പോവുകയാണ്. വേടിച്ചു കൊടുക്കാനില്ലാത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവിയുടെ കല്യാണം കഴിഞ്ഞു. അലിയാർ തങ്ങളുടെ വീട് എവിടെയെന്നറിയോ? അലിയാർ തങ്ങളുടെ കുടുംബ വീട്ടിലാണ്. പടച്ചവനെ, എല്ലാവരും കിടക്കുന്നത് അലിയാർ തങ്ങളും തന്റെ പ്രിയപ്പെട്ട ഉമ്മയും തന്റെ സഹോദരിമാരും എല്ലാവരും കിടക്കുന്നത് ഒരു കൂരയ്ക്കകത്താ. ഒരു സൗകര്യമില്ലാത്ത വീടാ. ആ വീടിന്റെ സൈഡില് ഈന്തപ്പന ഓലകൾ കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു റൂം ഉണ്ടാക്കുകയാണ്. ഈന്തപ്പന ഓലകൾ കൊണ്ട് പടച്ചവനെ ആ ചെറിയ വീടിന്റെ സൈഡിൽ ഒരു സൗകര്യമുണ്ടാക്കി. ആ വീടിന്റെ അകത്തേക്കാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കച്ചമായ സ്വർഗത്തിന്റെ റാണിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ അലിയാർ തങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് കടന്നു പോയത്. രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നതെന്നോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കൊട്ടാരമില്ലായിരുന്നു വാപ്പാ. 2 നിലയുള്ള വലിയ മാണിയറില്ലായിരുന്നു. പടച്ചവനെ, ഏറ്റവും കൂടുതൽ അതാ കല്യാണത്തിന് പൈസ ചെലവാക്കുന്നത് എന്തിനാണ്? ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോക്ക് സ്വന്തമായിട്ടൊരു വീട്, അലിയാർ തങ്ങൾക്ക് വീടില്ല, ഉണ്ടായിരുന്ന കുടുംബ വീടിന്റെ സൈഡില് ഈന്തപ്പന ഓലകൾ കൊണ്ട് മറച്ചു ഒരു ചെറിയൊരു കൂരയാക്കി. അലിയാർ തങ്ങളും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും കൂടെ ആ വീടിന്റെ അകത്ത് പോയപ്പോ തറയിൽ എന്താണെന്നറിയാവോ? കല്ല്.
ചരൽ കല്ലുകളാ തറയില്. ഇന്ന് കല്യാണ വീട്ടിൽ പോയാ ആണുങ്ങളും പെണ്ണുങ്ങളും ആദ്യം പോയി നോക്കുന്നത് അറയ. കല്യാണത്തിന്റെ പുതിയ പെണ്ണിനും പയ്യനും കിടക്കാനുള്ള മണിയറ ലക്ഷങ്ങൾ ചെലവാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്നാ നീയൊക്കെ കേട്ടോ, നിങ്ങളൊക്കെ വിചാരിച്ചു അവിടെയാ സന്തോഷം ഇരിക്കുന്നേ, അവിടെയാ സമാധാനം ഇരിക്കുന്നേ. ഇല്ല പെങ്ങളെ, അവിടെയല്ല സന്തോഷം, അവിടെയല്ല സമാധാനം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചു മണിയറയ്ക്കകത്ത് കയറി ചെന്നു. നീ മണിയറയിൽ പോയാ എന്നാലേക്ക് ഇരിക്കണ ആണുങ്ങളൊക്കെ മണിയറയിൽ കയറിയവരാ, ഇരിക്കണ പെണ്ണുങ്ങൾ മണിയറയിൽ കയറിയതാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളും അലിയാര് തങ്ങളും കൂടെ മണിയറയ്ക്കകത്ത് കയറി. അലിയാര് തങ്ങൾ വീടിന്റെ വാതിലടച്ചു. ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ വിളക്കണക്കട്ടെ, വിളക്കണക്കട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്ത് കയറിയപ്പോ അലിയാര് തങ്ങൾ വിളക്കണച്ചു. വിളക്കങ്ങോട്ട് അണച്ചതും മണിയറയ്ക്കകത്ത് ഒരൊറ്റ കരച്ചല. അലിയാര് തങ്ങളുടെ മണിയറയ്ക്കകത്ത് വല്ലാത്ത കരച്ചില്, വല്ലാത്ത ഒരു തേങ്ങല്. അലിയാര് തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോൾ ഇരുന്ന് കരയുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, എന്തിനാ ഫാത്തിമ കരയണേ? പാപ്പാനെ പിരിഞ്ഞതിന്റെ വേദനയാണോ, അതോ എന്നെ ഇഷ്ടമായില്ലേ, ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ ഫാത്തിമ കരയുന്നത്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അല്ല അലിയെ, എന്റെ ഉപ്പ എന്നെ ഒഴിഞ്ഞു. ഇന്ന് മുതൽ നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് ഈ മണിയറയ്ക്കകത്ത് കയറിയപ്പോ നിങ്ങൾ പെട്ടെന്ന് വിളക്കണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു. നിങ്ങൾ ആ മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കു പെട്ടെന്ന് അണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളോ കല്യാണം കഴിഞ്ഞ് പുതിയാപ്പളയും പുതിയ പെണ്ണും മണിയറയ്ക്കകത്ത് പോയി ഇരുന്നിട്ട് ആദ്യം ചോദിക്കുന്നത്, പുതിയ പെണ്ണ് ചോദിക്കുക, നിങ്ങൾക്ക് മുമ്പ് വല്ല പ്രണയം ഉണ്ടായിരുന്നോ? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി നീ എന്താ ചോദിച്ചേ? മണിയറയ്ക്കകത്ത് വന്ന അത് പണ്ട് കേട്ടാ. ഇപ്പൊ എല്ലാം നേരത്തെ ഫോണിൽ കൂടെ ചോദിക്കാം അല്ലേ? ഇപ്പൊ പെണ്ണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഭർത്താവിന്റെ രഹസ്യം മൊത്തം കാമുകിയായിട്ടുള്ളത്. എന്നാ മണിയറയ്ക്കകത്ത് കയറി ചെല്ലുമ്പോ പെണ്ണ് ചോദിക്കുക, ഇക്ക നിനക്ക് വേറെ കാമുകി വല്ലതും ഉണ്ടാ? എനിക്ക് 3 എണ്ണം ഉണ്ടായിരുന്നു. ഒന്നിനെ കൊണ്ട് ബേക്കൽ ഫോർട്ടിൽ പോയി, ഒന്നിനെ കൊണ്ട് ഞാൻ അവിടെ പോയി, ഇവിടെ പോയി. എന്നിട്ട് ചോദിക്കും, നിനക്ക് വല്ലതും ഉണ്ടായിരുന്നു ആമീന? അതൊന്നും ഇല്ലക്ക, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാ ഫാത്തിമ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മ മരിച്ചതിന് ശേഷം റസൂലുള്ള വളർത്തിയ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് കരഞ്ഞെന്തിനാ? വീടിന്റെ അകത്ത് മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ ഒറ്റ കരച്ചല്. എന്തേ ഫാത്തിമ കരയണേ? ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു അലിയെ. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഖബർ ഓർമ്മ വന്നു. അലിയാര് തങ്ങൾ പറയാ, ഫാത്തിമ നമ്മുടെ ആദ്യ രാത്രിയാ ഫാത്തിമ എന്ന്. നീ ഇവിടെ ഇരുന്നിട്ട് കരയുന്ന മണിയറയാ ഫാത്തിമ. മണിയറയ്ക്കകത്തിരുന്നിട്ട് നീ കരയാണോ? നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയേണ്ട രാത്രിയാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, ഇതല്ല അലിയ മണിയറ, ഇതല്ല മണിയറ. കല്യാണത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. മണിയറ ഒരുക്കേണ്ടത് എവിടെയെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ പള്ളിയുടെ മുന്നിൽ നിരന്നിരിക്കുന്ന ചെറുപ്പക്കാരികളോട്, എടീ മണിയറ ഒരുക്കേണ്ടത്, എടാ ചെറുപ്പക്കാരാ, ലക്ഷങ്ങൾ കടം പേടിച്ചിട്ട് പലിശക്കെടുത്തിട്ട്, എടാ വല്ല പെണ്ണിന്റെയും വാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച പൈസ വാങ്ങിയിട്ടും നാണമില്ലാതെ കൊണ്ടുവന്ന് കല്യാണത്തിന് പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് മുഴുവനും തുണിയെടുത്തു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, എടാ പൈസ കൊണ്ടുവന്ന് വീട് പെയിന്റ് അടിക്കുന്നവന്, ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് മണിയറ ഒരുക്കുന്നവന്, എടാ അവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, എടാ അവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. നീ ഈമാനുള്ളവനാണോ? നീ മുസ്ലിമാണോ? ഈ പൂച്ചക്കാട് പള്ളിക്കാട്ടിൽ ഒരു മണിയറ പണിയടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകൾ മണിയറയ്ക്കകത്ത് കയറി വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് അവിടെന്ന് പറഞ്ഞു, അലിയേ, മണിയറ ഒരുക്കേണ്ടത് വിഭാഗത്തിന്റെ 1ാമത്തെ രാത്രിയല്ല, അത് ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാണ്. എല്ലാവരും കൂടെ 3 കറ്റം വെള്ള തുണിയിൽ എന്നെ കുളിപ്പിച്ച് പുതച്ച് കിടത്തുമല്ലോ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ,
പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പൂച്ചക്കാട് പള്ളിയിൽ നിന്ന് ഒരു ദിവസം ഈ പള്ളിയുടെ സൈഡിൽ പൊടികടിച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലുണ്ടല്ലോ, അത് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുളിപ്പിച്ച 3 കച്ചം വെള്ളത്താ, അതാ ഭർത്താവിന്റെ കാമുകിമാരുടെ എണ്ണമെടുക്കുന്ന പെങ്ങള് ഫാത്തിമ ബീവി എന്ന് പറയുന്ന മണവാട്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്, മണ്ണറയിലാണ് മണിയറ പൊരിക്കേണ്ടത്, അതുകൊണ്ട് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ? അലിയാര് തങ്ങളോട് പറയുകയാ, നമുക്കൊരുമിച്ച് നിസ്കരിക്കാം അലിയേ, നമുക്ക് ഖുർആൻ ഓതാം അലിയേ, നമുക്കിവിടെ ഇരുന്ന് കൊണ്ട് തൗബ ചെയ്യാം അലിയേ, നമ്മുടെ മണ്ണറ മണിയറയാക്കാൻ ഈ ദുനിയാവിലെ മണിയറ മാറ്റിവെക്കാമെന്ന് ലോകത്തിന്റെ നേതാവിന്റെ പൊന്നമകള് പറഞ്ഞു കൊടുക്കുമ്പോ, എടാ പൂച്ചക്കാടുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, ഏറ്റവും വലിയ ഭാഗം ബെൻസ് കിട്ടുമ്പോഴല്ല, ഓടി കിട്ടുമ്പോഴല്ല, 101 പവൻ കിട്ടുമ്പോഴല്ല, ഏക്കർ കണക്കിന് ജാഗ കിട്ടുമ്പോഴല്ല, എടാ ലക്ഷങ്ങൾ പങ്കെടുക്കുമ്പോഴല്ല, ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുവോ? ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ബമ്പർ എന്തെന്നറിയുവോ? അത് സാലിഹത്തായ ഒരു പെണ്ണാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം നീ വിചാരിച്ച് ഓടിക്കാറിലാണെന്ന്, ഏറ്റവും വലിയ കാസർഗോഡത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാണെന്ന് നീ കരുതിയെങ്കിൽ ഇല്ലടാ ചെറുപ്പക്കാരാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? ഒരു സാലിഹത്തായ പെണ്ണിനെ കിട്ടുന്നത് ലോകത്തിലെ ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എടാ ഒരു സാലിഹത്തായ പടച്ചറപ്പിനെ പേടിയുള്ള ഒരു പെണ്ണിനെ നീ പോയി കാണടാ. കല്യാണ ആലോചന കഴിഞ്ഞു, പടച്ചവനെ അവസാനം ഇന്നൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോ കൊണ്ടുപോകുന്നത് ഫോണാണ്, കൊണ്ടുപോയി ആദ്യം കൊടുക്കുന്നത് ഫോണാണ്, എന്നിട്ട് നമ്പരും കൊടുത്തിട്ട് പറയും വിളിക്കോ. എടാ നല്ല ഉപ്പയ്ക്ക് പിറന്ന മോളാണെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞാല് കുഴപ്പമില്ല, നല്ല വാപ്പായിക്കും ഉമ്മായിക്കും പിറന്ന മക്കളാണെങ്കിൽ വിളിക്കുമ്പോ പറയും കൊണ്ടുപോ നിന്റെ ഫോണ്. എനിക്ക് 18 കൊല്ലം അല്ലാഹനെ പേടിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ നീ കെട്ടുന്നത് വരെ നടക്കാൻ എനിക്കറിയാമടാ. നട്ടല്ലില്ലാത്ത വാപ്പമാര്, നട്ടല്ലില്ലാത്ത വാപ്പമാര് 18 കൊല്ലം അല്ലാഹനെ പേടിയുള്ള ഒരു മകളെ വളർത്തിയിട്ട് ഏതെങ്കിലും ഒരുത്തം വന്ന് കണ്ടിട്ട് ഒന്ന് വിവാഹം ഉറപ്പിക്കുമ്പോ വ്യഭിചരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഉപ്പാ, നീ നേരെയാകുവോ? നീ അല്ലാഹുവിന്റെ മുന്നിൽ കുറ്റക്കാരനാണ്. പടച്ചറപ്പ് നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ എങ്ങനെ, നീ വാപ്പ നിന്റെ മോളെ 18 കൊല്ലം വളർത്തും, ഫോണും വിളിക്കൂല, വ്യഭിചരിക്കാനും വിടൂല, കറങ്ങാനും വിടൂല. പക്ഷെ 18 വയസ്സുള്ള നിന്റെ മോളെ ഏതെങ്കിലും ഒരുത്തം വന്ന് കണ്ടു, കല്യാണം ഉറപ്പിച്ചു, ആദ്യം കൊടുക്കണത് ഫോൺ. ഇപ്പൊ പിന്നെ പെണ്ണ് കാണുന്നത് മാലിക് ദിനാർ മക്കാമിന്റെ മുന്നിലാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാലവിടത്തിൽ നിൽക്കണം. സഹാബിയുടെ ബർക്കത്ത്, സഹാബിയുടെ മക്കാമിൽ ഇങ്ങനെ പോയി ഒരുങ്ങി കെട്ടി നിൽക്കും. വീട്ടിൽ വന്നാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇപ്പൊ പെണ്ണ് കാണാൻ വേണ്ടി ആ മക്കുപറ ഉപയോഗിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 18 കൊല്ലം. പാപ്പാന്ന് പറഞ്ഞാൽ മോളെ മിസ് കോള് കണ്ടാ തല്ലും, മോൾ ആരോടെങ്കിലും സംസാരിക്കുന്നത് കണ്ടാ തല്ല്. എന്നാ ഒരുത്തം വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഒരു സ്വർണവും ഇട്ടിട്ട് ഒരു മൊബൈലും കൊടുത്തിട്ട് പോകും. പിന്നെ നിനക്ക് അനുവാദം, വിളിച്ചോ. പോള് ഫോൺ വിളിച്ചുകൊണ്ട് നടക്ക. എടാ നല്ല വാപ്പായ്ക്ക് പറഞ്ഞവൻ വിളിക്കൂല. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞതാ, നിങ്ങൾ എന്നെ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല. നല്ല ഉപ്പായിക്കും ഉമ്മായിക്കും പറഞ്ഞ മകൻ അവൻ വിളിക്കൂല, അവൻ ഫോൺ കൊടുക്കൂല. അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലാഹനെ പേടിയുള്ള സാലിഹത്തായ ഒരു പെണ്ണ് നീ വിളിച്ചാ പറയും എന്നെ വിളിക്കണ്ട. നല്ല ഉമ്മയാണോ, മരുമോൻ വിളിക്കും, വിവാഹം ഉറപ്പിച്ചവൻ വിളിക്കുമ്പോ കൊണ്ടുപോയിട്ട് വാപ്പാടെ കൊടുക്കും, സംസാരിച്ചോളാൻ.
കൊണ്ട് വാപ്പാടെ കൈ കൊടുക്കും, ഭർത്താവിന്റെ കൈ കൊടുക്കും, മോളെ കൊടുക്കൂല. കാരണം അവൻ അന്യപുരുഷനാ. അവള് ഫോണും വിളിക്കൂല, ഒന്നും വിളിക്കൂല, ഒന്നും സംസാരിക്കില്ല. എടാ ചെറുപ്പക്കാരാ, ഏറ്റവും വലിയ ഭാഗ്യം. എടാ മോനെ, വിവാഹം കഴിക്കുന്നത് എന്തിനാ ചോദിക്കൂല ചെറുപ്പക്കാര്. ഉസ്താദ് എന്തിനാ ഉസ്താദെ പെണ്ണ് കെട്ടുന്നേ? ഇങ്ങനെ സുഖിച്ച് നടക്കാമല്ലോ. രാത്രി 12 മണിക്ക് വീട്ടിൽ കയറി ചെന്നാലും ചോദിക്കാനും പറയാനും ആരുമില്ല. എന്തിനാ ഉസ്താദെ? എടാ പെണ്ണ് കെട്ടുന്നത് എന്തിനെന്നറിയോ? ആദം നബി അലിഹിസ്സലാം അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റി വിട്ടു. സ്വർഗമല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അള്ളാഹു നൽകുമാറാകട്ടെ. എന്തിനാ പെണ്ണ് കെട്ടണം? എല്ലാ ചെറുപ്പക്കാരുള്ള ചോദ്യമാണ്. എന്തിനാ പെണ്ണ്? ഞാൻ മറുപടി പറയാം. ആദം നബി അലിഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റി വിട്ടു. ആദം നബി ഇങ്ങനെ നടക്ക സ്വർഗത്തിൽ കൂടെ. ആദം നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ നടക്ക. അള്ളാഹു ചോദിച്ചു, എന്തേ ആദവേ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? സ്വർഗത്തിൽ കൂടെ നടന്നിട്ട് നിനക്ക് എന്തേ സന്തോഷം ഇല്ലാത്ത? ആദം നബി പറയാ, അല്ലാ ഒറ്റയ്ക്ക് നടന്നു മടുത്തു പഠിച്ചാനെ. എന്താ പറഞ്ഞ മറുപടി? അള്ളാന്റെ സ്വർഗത്തിലൂടെ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അള്ളാന്റെ സ്വർഗം. ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് അവിടെ പോവാനാ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നാ. എന്നാൽ ഈ സ്വർഗത്തിൽ കൂടെ ആദം നബി ഇങ്ങനെ നടക്കുമ്പോ അള്ള ചോദിച്ചു, നിനക്ക് എന്തേ ഒരു ടെൻഷൻ, ഒരു സന്തോഷം ഇല്ലാത്ത? അള്ള ഒറ്റയ്ക്ക് നടന്നിട്ട് ഒരു സുഖമില്ല പടച്ചോനെ. അള്ളാഹു ഹവ്വ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ സൃഷ്ടിച്ചു കൊടുത്തു. അപ്പോഴാദം നബിക്ക് സന്തോഷം വന്നേ. മോനെ, അള്ളാന്റെ ഖുർആൻ പറയുകയാ, വിവാഹം കഴിച്ചാലേ സമാധാനം കിട്ടും, വിവാഹം കഴിച്ചാൽ സന്തോഷം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. വിവാഹം കഴിച്ചാൽ എന്ത് കിട്ടും? നിങ്ങളുടെ നാവ് കൊണ്ട് പറ, എന്ത് കിട്ടും? പറ, ഞാൻ പറഞ്ഞില്ല, അള്ള പറഞ്ഞ എന്ത് കിട്ടും? സന്തോഷം, സമാധാനം കിട്ടുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിനക്കൊണ്ടോ ആ സാധനം? ഉസ്താദെ, എന്നാണോ ഞാൻ പെണ്ണ് കെട്ടിയത് അന്നത്തോടു കൂടി എന്റെ സമാധാനം പോയി. അപ്പൊ ഖുർആൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? ഖുർആൻ പറഞ്ഞത് ശരിയാ, പക്ഷെ തെറ്റുപറ്റിയത് ആർക്കാ? നിനക്ക്. നീ കെട്ടുന്നതിന് മുമ്പേ വഴുതു പറയാൻ തുടങ്ങിയില്ലേ, പിന്നെ എങ്ങനെ സന്തോഷം കിട്ടും? നീ കെട്ടുന്നതിന് മുമ്പേ നിന്റെ അടിവസ്ത്രത്തിന്റെ അളവ് വെച്ച് നിന്റെ പെണ്ണ് പറഞ്ഞു തരും. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഓള് പറഞ്ഞു തരും. നീ അതുവരെ വഴുതു പറഞ്ഞില്ലേ? പിന്നെ നീ കെട്ടിയിട്ട് എന്താ, നേരെ ബെഡ്റൂമിൽ കയറിയാൽ മതി. അതുകൊണ്ട് എടാ ചെറുപ്പക്കാരെ, ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? എടാ, ഒരു അള്ളാനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടിയ അവളെ ഫോൺ വിളിക്കാൻ കിട്ടൂല, കറങ്ങാൻ കിട്ടൂല, നിക്കാഹ് കഴിക്കുന്നത് വരെ ഒന്നും ഉണ്ടാകില്ല. കഴിച്ചാൽ തന്നെ അന്നേ പറ്റൂ. നിക്കാഹ് കഴിയുന്നതിന്റെ അന്നത്തെ രാത്രി അവളെ കാണാൻ തന്നെ കിട്ടണേ. അതാലോചിക്ക് എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു. രാത്രി മണിയറയ്ക്കകത്ത് നീ നിന്റെ കൂട്ടുകാരുടെ കൂടെ കറക്കമെല്ലാം കഴിഞ്ഞ് അവസാനം കയറി ചെല്ലുമ്പോ അവള് ചോദിക്കും, ഇക്കാ കറക്കൊക്കെ തീർന്നോ? ഇക്കാടെ ആഘോഷമൊക്കെ തീർന്നു മോളെ, എന്നാ പോയി ഒളിവെടുത്തിട്ട് വാ. സാലികത്തായ ഒരു പെണ്ണാണെങ്കിൽ ഓള് പറയും, ഇക്ക പോയി ഒളിവെടുത്തിട്ട് വാ. അങ്ങനെ പോയി ഒളിവ് എടുത്തിട്ട് വാ, നിങ്ങൾ പോയിട്ട് വരി. അങ്ങനെ പോയി ഒളിവെടുത്തിട്ട് അടുത്ത് വരുമ്പോ അവള് ചോദിക്കും, ഇക്കാ അള്ളാഹു എന്നെ പോലെ ഒരു നല്ല പെണ്ണിനെ അള്ള നിങ്ങൾക്ക് തന്നില്ലേ? നിങ്ങളെ പോലെ ഒരു നല്ല ഭർത്താവിനെ അള്ള എനിക്ക് തന്നില്ലേ? അതിന് നന്ദി കാണിക്കണം, അതിന് നന്ദി രേഖപ്പെടുത്തണം. എന്നാ കയറി 2 റക്അത്ത് നിസ്കരിക്ക്. ശുക്റിന്റെ നിസ്കാരം. അള്ളാഹിന് നന്ദി രേഖപ്പെടുത്തി 2 റക്അത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്തിരുന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ പെണ്ണ് പുറകെ ഇരുന്നിട്ട് ചോദിക്ക, ഇക്ക ജീവിതത്തിൽ ഒരുപാട് പാപ ഇക്ക ചെയ്തിട്ടില്ലേ? ഞാനും ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തത് മുഴുവനും ഇന്നു മുതൽ നമ്മൾ പുതിയ ജീവിതം തുടങ്ങുകയാ. ഇക്ക ഇവിടെ ഇരുന്ന് തൗബ ചെയ്യേ, ഞാൻ ആമീൻ പറയാം. ഭർത്താവ് നല്ല പെണ്ണാണെങ്കിൽ ഭർത്താവിനോട് പറയും, ഇക്ക ഇവിടെ ഇരുന്ന് തൗബ ചെയ്യ്. ഇക്ക മണിയർ രഹസ്യം പഴയ രഹസ്യം ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്നിട്ട് തൗബ ചെയ്യണം. ഞാൻ ആമീൻ പറയും. ദുആ ചെയ്യുമ്പോ എന്റെ പാപം കൂടെ അള്ളാഹു പൊറുക്കാൻ ദുആ ചെയ്യും. അങ്ങനെ പുതിയ പഴയ മണിയറയ്ക്കകത്തിരുത്തി ദുആ ചെയ്യിപ്പിക്കും, തൗബ ചെയ്യിപ്പിക്കും. തൗബ ചെയ്ത് കഴിഞ്ഞു, രണ്ടുപേരും ദുആയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഭർത്താവിനോട് ഭാര്യ പറയും, ഇക്ക എഴുന്നേറ്റിട്ട് എന്റെ തലയുടെ മുകളിൽ കൈവച്ചിട്ട് ആ ദുആ അങ്ങ് ചെയ്തേ. മുത്തുനബി ഒരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, അതെന്റെ തലയുടെ മുകളിൽ വെച്ചിട്ട് ചെയ്. ഓൻ കണ്ണും തള്ളിയിരിക്കെ ഏത് ദുആ? എടാ ഏത്? ഇവള് പറയണ ഈ ദുആ ഏതാ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വാപ്പമാര് നല്ലതുപോലെ ചിന്തിക്കണം. പള്ളിക്കകത്ത് സ്വന്തം മോളെ കെട്ടിച്ചു കൊടുക്കുന്ന ഉപ്പ, നീ ചിന്തിക്കണം. പെൺമക്കളെ കെട്ടിച്ചു കൊടുത്ത അള്ള നിനക്ക് സ്വർഗം തരും. ആർക്ക്? നീ കെട്ടിച്ചു കൊടുക്കും. പള്ളിയിലെ തങ്ങന്മാരും ഉസ്താദന്മാരും കയ്യെ പിടിച്ചിട്ട് പറയും, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജതുക വഅൻകഹതുക എന്ന് പറയുമ്പോൾ കടന്നിട്ട് നാക്കിവന് പറയാൻ പോലും അറിയാത്തവനാ നീ നിന്റെ മോനെ കെട്ടിച്ചു കൊടുക്കണേ. എടാ നിങ്ങൾ ചിന്തിക്ക്. കോമഡി, ഏറ്റവും വലിയ കോമഡി, തമാശ, നമുക്ക് ചിരി വരും ഉസ്താദന്മാർക്കൊക്കെ. ഓരോ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദ് പറയും, ഉസവ്വിജുക
ഓൻ കിടന്നിട്ട് എന്തോ മുട്ട പുഴുങ്ങിയ മുട്ട വായിലിട്ടിട്ട് പ്രയാസപ്പെടാ ചൂട് മുട്ട തിന്നിട്ട് അതുപോലും പറയാൻ അറിയാത്തവനാ നീ മോനെ കെട്ടിച്ചു കൊടുക്കണേ. എന്റെ പറവയെ പോലുള്ള കുറച്ച് മുടിയും കീറി പറഞ്ഞ ഒരു പാൻറ്റും. എന്താ ചങ്ങാതി ഇങ്ങനെ തിരഞ്ഞെടുക്കണ്ടേ? എന്റെ പ്രിയമുള്ള കുറെ എണ്ണം എന്റെ ചെറുപ്പക്കാര്, നിങ്ങൾ ഇപ്പൊ ഒരു പുതിയ ഫാഷനാ, കല്യാണ പയ്യന്റെ കൂടെ ഒരു വിഭാഗം ഉണ്ടാകും, ഒരേ സെയിം. ഈ ഉടുപ്പ് എവിടെ പോയി വാങ്ങണടാ മക്കളെ? എല്ലാത്തിനും ഒരേ ഉടുപ്പ്, ഒരേ ചുരിദാർ, ഒരേ സാരി ഉടുത്തോ. പള്ളിപ്പറമ്പിൽ പോകുമ്പോഴും ഒരുമിച്ച് പൊക്കോണം, നരകത്തിൽ ഒരുമിച്ചായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പുതിയ പെണ്ണ് പറയാ, ഇക്ക നിങ്ങൾ എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്. എനിക്കറിയില്ല മോളെ, ഞാൻ പറഞ്ഞുതരാം ഇക്ക, ഞാൻ പഠിപ്പിച്ച രംഗത്തിനെ പഠിക്കണം, ഞാൻ പഠിപ്പിക്കാം. എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്. ഭർത്താവിന് ഭാര്യ പറഞ്ഞു കൊടുക്കും. ഓൻ ആ ദുആ വലത് കൈ തലയിൽ വെച്ചിട്ട് പറയും. അത് ആദ്യ രാത്രി മാത്രമേ പറ്റൂ, എല്ലാ ദിവസവും പറ്റൂല. അത് വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി പറയേണ്ടതാ. തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്തു. എന്നിട്ട് രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്ത് കയറുമ്പോ ഓള് പറയിക്കാ, ചില കാര്യങ്ങളും അദബും മര്യാദകളൊക്കെ ഉണ്ട് കേട്ടാ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈ കഴുകണം, ബിസ്മി പറയണം, കഴിക്കുമ്പോ മര്യാദയുണ്ട്. അതുകൊണ്ട് ഇക്ക പഠിച്ചിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. രണ്ടുപേരും കൂടെ കുടുംബജീവിതം തുടങ്ങി. രണ്ടുപേരും കിടന്നുറങ്ങി. വെളുപ്പാങ്കാലത്ത് പൂച്ചക്കാട് പള്ളിയിൽ നിന്ന് വിളിക്കുന്നു, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ആ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഓൾ എഴുന്നേക്കും. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിച്ച പെണ്ണ. അവള് കല്യാണത്തിന്റെ 1ാമത്തെ രാത്രി മണിയറയിൽ നിന്ന് 4 മണിക്ക് എഴുന്നേറ്റ് ഓള് പോയി കുളിച്ചൊരുങ്ങിയിട്ട് ഇക്കാടടുത്ത് വന്നിട്ട് കാലി തോണ്ട, എഴുന്നേക്കിക്ക, സുബൈക്ക് ബാങ്ക് വിളിക്കാറായി. ഓം പറയും, മോളെ ഇന്നിപ്പോ വല്ലാത്ത ദിവസമല്ലേ, കല്യാണമൊക്കെ കഴിഞ്ഞ ദിവസമല്ലേ, വലിയ ക്ഷീണമാ, ഞാൻ ഉറങ്ങട്ടെ. ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല, എഴുന്നേക്ക്. ഇക്ക ഇന്നലെ വരെ നിങ്ങൾ സുബഹി നിസ്കരിച്ചോ? ഇല്ല, എനിക്കറിയില്ല, പക്ഷെ ഇന്ന് മുതൽ നിസ്കരിച്ചേ പറ്റൂ. കാലി പിടിച്ചിട്ട് ഭർത്താവിനെ പൊക്കും, കൊണ്ട് കുളിപ്പരയി വിടും, കുളിപ്പിക്കും, പല്ല് തേപ്പിക്കും, ഒളിവെടുപ്പിക്കും. കൊണ്ടുവന്നിട്ട് പൂച്ചക്കാട് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അവള് പറയും, ഇക്ക ഇന്ന് പള്ളിയിൽ പോണ്ട, ഇന്ന് പള്ളിയിൽ പോണ്ട, ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ജമാഅത്തായി നിസ്കരിക്കാം. ഭർത്താവിന് ഭാര്യയ്ക്ക് ജമാഅത്ത് നിൽക്കാമല്ലോ. മണിയറയിൽ മുന്നോട്ട് കയറി നിന്നിട്ട് സുബഹി നിസ്കരിക്കും, ഞാൻ പുറകിൽ. അവളാ ഭാര്യ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യ ഈനാമ്പച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയണ പോലെ നിസ്കരിക്കുന്നവനെ കൂടെ കിടന്ന് നിസ്കരിക്കാത്തവനാക്കുന്ന കാലം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, നിങ്ങളും കൂടിക്കോ. എന്തിന്? പള്ളിപ്പറമ്പിൽ മണിയറ ഒരുക്കാൻ. നിസ്കരിച്ചു സഹോദര. പൂച്ചക്കാടുള്ള പെണ്ണെ, പൂച്ചക്കാടിന്റെ പരിസരത്തുള്ള ഉമ്മ ഫാത്തിമ ബീബി കടന്നുറങ്ങിയത് എവിടെന്നറിയോ? ഡബിൾ കോട്ട് കട്ടിലിന്റെ മുകളിലല്ല, ഡബിൾ കോട്ട് കട്ടിലിന്റെ മുകളിലല്ല. അലിയാര് തങ്ങൾക്ക് ഒരാടിന്റെ തോലുണ്ടായിരുന്നു. അലിയാര് റളിയല്ലാഹു തആല അൻഹുവിന് ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഇതങ്ങട്ട് വിരിക്കും. ഈ ആടിന്റെ തോല് വിരിച്ചിട്ട് രണ്ടുപേരും കൂടെ അതിന്റെ മുകളിൽ കയറി കിടക്കും. ആടിന്റെ തോലിന്റെ വലിപ്പം നീ ചിന്തിച്ചാൽ മതി, എത്ര വലിയ ആടാണെങ്കിലും എത്രയുണ്ട്. ഈ ആടിന്റെ തോലെടുത്തിട്ട് വിരിച്ചിട്ട് ഇവര് രണ്ടുപേരും കൂടെ അതിനകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ ഈ ആടിന്റെ തോല് കൊണ്ടുപോയിട്ട് അലിയാര് തങ്ങൾക്കൊരു കുതിരയുണ്ട്, അതിന്റെ മുന്നിൽ കൊണ്ട് വിരിച്ചിട്ട് തീറ്റി വാരിയിട്ട് കൊടുക്കും. അതിനകത്ത് രാത്രി കിടക്കാൻ വിരിക്കുന്നത് ഈ ആടിന്റെ തോല്. പകല് തന്റെ വീട്ടിലെ കുതിരയ്ക്ക് തീറ്റി കൊടുക്കണത് ഇതിന്റെ മുകളിലാണ്. രാവിലെ മൊത്തം ജോലി അതാ, കൊണ്ടുപോയി വിരിച്ചിട്ട് അതിനകത്താ തീറ്റിയിട്ട് കൊടുക്കണത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ചിന്തിക്ക്, ഇതിനാ മോളെ ജീവിതം, ഇതിനാ ജീവിതം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കല്യാണം കഴിച്ചു വിട്ട മോളെ കാണാൻ ഒരു ദിവസം വീട്ടിൽ പോയി. കല്യാണം കഴിച്ചു വിട്ട ശേഷം തന്റെ പൊന്നാര മകളെ കാണാൻ അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ വാപ്പാനെ കണ്ടതും ഫാത്തിമ ബീവി ഓടി വന്നു, കരഞ്ഞോണ്ട് ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കരയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയാ. എന്തേ മോളെ കരയണേ? എന്തേ ഫാത്തിമ കരയണേ? ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ. കെട്ടിച്ചു വിട്ട പൊന്നുമോള് വാപ്പാനോട് കരഞ്ഞോണ്ട് പറയാ, ഉപ്പാ. ഏതുപ്പ? കരളിന്റെ കഷ്ടത്വാന്ന് മുത്തുനബി പറഞ്ഞ പൊന്നുമോള് പറയാ, ഉപ്പ വല്ലതും തിന്നിട്ട് 3 ദിവസമായി വാപ്പ. വാപ്പാടെ മോള് പട്ടിണിയാ. പരാതി പറഞ്ഞപ്പോ മുത്തുനബി ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ, ഞാൻ വല്ലതും കഴിച്ചിട്ട് 4 ദിവസമായി മോളെ. വലിയ അബീഖർബവും, ഉപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി. ഉടനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പടച്ചന് ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ, അല്ലാ
എന്റെ ഉപ്പാനോട് പറഞ്ഞു പോയല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ക്ഷമിക്കും മോളെ, അള്ളാഹു നിനക്കൊരു സന്തോഷം തരും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള്. കാരണം ഷീബു അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് വാപ്പായും ഉമ്മായും പച്ചില തിന്നിട്ട് സ്നേഹിക്കുന്നത് കണ്ടു വളർന്ന മോളാ. പച്ചില പറിച്ച് കഴിച്ചിട്ട് സ്നേഹിച്ച് ജീവിക്കുന്ന കണ്ട ഫാത്തിമ, അല്ലാഹുവേ പടച്ചവനെ അവിടെ നിന്ന് പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലൂടെ രക്തമിങ്ങനെ ഒലിക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ ജീവിതം വല്ലാത്ത ജീവിതമായിരുന്നു. എന്നാലും പരസ്പരം അവര് തമ്മിൽ തല്ലാറില്ല. അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രയാസവുമില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അലിയാര് തങ്ങള് പടച്ചവനെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ എന്തെങ്കിലും ജോലി തേടിയിട്ട് നടക്കുകയാണ്. മുജാഹിദ് റളിയല്ലാഹു തആല പറയുന്നു, ഒരിക്കലും മലയുടെ മുകളിലേക്ക് കടന്നു ചെന്നിട്ട് അതാ പടച്ചവനെ മൺകട്ടയുണ്ടാക്കുന്നവരുടെ കൂടെ ജോലി ചെയ്തിട്ട് അലിയാര് തങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോ അവര് രണ്ടുപേരും കൊല്ലങ്ങളോളം ജീവിച്ചു. ഹസനും ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കള്, ഓരോ വയസ്സിന്റെ വ്യത്യാസമാണ്. പടച്ചവനെ അങ്ങനെ നാലുപേരും വല്ലാത്ത പ്രയാസത്തിലായി. ഒരു ദിവസം അല്ലാഹുവേ, അലിയാര് തങ്ങളുണ്ടല്ലോ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളോട് അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ, നമുക്ക് താമസം മാറണ്ടേ? അലിയാര് തങ്ങൾ ഫാത്തിമയോട് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, അലിയേ, എനിക്കും ആഗ്രഹമുണ്ട്, ഒന്ന് വീട് മാറണമെന്ന് ആഗ്രഹമുണ്ട്. എന്തേ കാരണമെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, കല്യാണം കഴിച്ചൊരു വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഭർത്താവിനോട് സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി പറയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. നിങ്ങളുടെ ഉപ്പായിക്കും ഉമ്മായിക്കും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യ, കൂടപ്പറപ്പുകളുടെ തുണി കഴുകാൻ എനിക്ക് വയ്യ, എല്ലാവർക്കും വെച്ച് വിളമ്പാൻ എനിക്ക് വയ്യ. തന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് മറ്റു വീട് പണിയുന്ന പെണ്ണ്, ഒരു വീട് മുഴുവനും തകർക്കുന്ന, ഉമ്മാനെയും കൂടപ്പറപ്പുകളെയും ഭർത്താവിനെയും തമ്മിൽ തല്ലിക്കുന്ന പല പെണ്ണുങ്ങളുമുണ്ട്. എങ്കിൽ അല്ലാഹുവേ, അതാ കുടുംബ വീട്ടിലാണ് ഫാത്തിമ കഴിഞ്ഞത്. വർഷങ്ങളോളം അവിടെ കഴിഞ്ഞു. അല്ലാഹുവേ, ത്യാഗങ്ങളും പീഡനങ്ങളും എല്ലാം ക്ഷമിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു. ഒരു ദിവസം അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമല്ലോ. അലിയാര് തങ്ങൾ ഇത് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു, എനിക്കും ആഗ്രഹമുണ്ട്, ഇവിടെ നിന്ന് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തിനെന്നറിയോ? മാറണമെന്ന് ആഗ്രഹമുള്ളത് എന്തിനെന്നറിയോ? അലിയാര് തങ്ങള്, നിങ്ങളുടെ ഉമ്മയും പെങ്ങന്മാരും ഇവിടെയുണ്ട്. നമ്മൾ പട്ടിണി കിടക്കുന്നത് അവര് കണ്ടാൽ അവരുടെ മനസ്സ് വേദനിക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളം മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ട നിങ്ങളുടെ ഉമ്മായിക്കും കൂടപ്പറപ്പുകൾക്കും സഹിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ രണ്ടുപേരും കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഈ വീടിന്റെ അകത്ത് പട്ടിണി കിടക്കുന്നത് കണ്ടാൽ റസൂലുള്ളാന്റെ പൊന്നുമോള് പട്ടിണിയാണല്ലോ, ഹസനും ഹുസൈനും പട്ടിണിയാണല്ലോ. അത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മായിക്കും പെങ്ങന്മാർക്കും സഹിക്കാൻ കഴിയില്ല. അവരുടെ മനസ്സിന് വല്ലാത്ത വേദനയാ. അതുകൊണ്ട് എനിക്കും ആഗ്രഹമുണ്ട്, നമുക്കിവിടെ നിന്ന് മാറാം. പട്ടിണിയാണെങ്കിലും ആരും കാണില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ കയ്യില് പൈസ ഇല്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മൾ മാറുമെന്ന് ചോദിക്കുമ്പോ അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ,
അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ നീ നാളെ ഉപ്പാടെ മുന്നിൽ പോകണം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പോകണം. അള്ളാന്റെ റസൂലിന്റെ കൂട്ടുകാരനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ, ആ സ്വഹാബിക്ക് 2 വീടുണ്ട്. ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ്. അള്ളാന്റെ റസൂല് ചോദിച്ചാ സഹാബി കൊടുക്കും. അതുകൊണ്ട് നീ നിന്റെ വാപ്പയോട് പോയിട്ട് ഇത് പറയണമെന്ന് അലിയാളവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീബി പിറ്റേ ദിവസം വാപ്പാടെ മുന്നിൽ ചെന്നു. വാപ്പായിക്ക് വല്ലാത്ത സന്തോഷമായി, ഫാത്തിമാനെ കണ്ടതും വല്ലാത്ത സന്തോഷമായി. തന്റെ പൊന്നുമകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാണ്. എന്തേ ഫാത്തിമ വന്നത്? അവിടെന്ന് പറഞ്ഞു, വാപ്പാ എനിക്കിപ്പോ 2 മക്കളായി വാപ്പാ, ഹസനും ഹുസൈനും 2 മക്കളാണ്. ഞങ്ങൾക്ക് കേറിക്കിടക്കാൻ ഒരു വീടില്ല, എന്റെ ഭർത്താവിന് വീട് വാങ്ങാൻ പൈസയില്ല, ഒരു വാടക വീട് പോലും എടുക്കാൻ പൈസയില്ല. ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വാപ്പയ്ക്കറിയുമല്ലോ. അതുകൊണ്ട് വാപ്പാ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി വല്ലാത്ത ഇഷ്ടമാണല്ലോ ഉപ്പാ, ഉപ്പാനെ വല്ലാത്ത ഇഷ്ടമാണല്ലോ. ആ സ്വഹാബിക്ക് 2 വീടുണ്ട്. ഒരു വീട് ചുമ്മാതെ കിടക്കുകയാണ്. വാപ്പ എനിക്ക് വേണ്ടി ചോദിച്ചാ ഒരു വീട് തരുമല്ലോ വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളവിടെന്ന് പറയുമ്പോ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാണ്, മുത്തുനബി കരയുകയാണ്, പ്രവാചകന്റെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഫാത്തിമ എന്നെ വല്ലാത്ത ഇഷ്ടവാ, ഞാൻ ചോദിച്ചാൽ എന്തും തരും ഫാത്തിമ, പക്ഷേ ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല. ഫാത്തിമ ബീവിയോട് പറയുകയാണ്, എന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് വരെ ഞാൻ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല. പാപ്പായിക്ക് ലജ്ജയാ മോളെ, ആ സഹാബിയുടെ മുന്നിൽ ചെന്നിട്ട് എന്റെ മോക്കൊരു വീട് കൊടുക്കുമോ എന്ന് ചോദിക്കാൻ എനിക്ക് നാണവാ മോളെ, എനിക്ക് ലജ്ജയാ മോളെ. മുത്തുനബി എവിടെന്ന് പറയുമ്പോ ഫാത്തിമ പറയുന്നു, വേണ്ട വാപ്പാ, എനിക്ക് വേണ്ട വാപ്പാ, എന്റെ ഉപ്പ കരയരുത്, വീടില്ലെങ്കിലും കുഴപ്പമില്ല, പട്ടിണിയാണെങ്കിലും ഞാൻ എവിടെ കിടന്നോളാ. അള്ളാന്റെ റസൂല് തന്റെ പൊന്നാര മകളവിടെ മുത്തുനബിയുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ ഇറങ്ങി ഓടുകയാ. ഉപ്പാരോട് ചോദിച്ചു പോയല്ലോ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ വീടിന്റെ അകത്തിരിക്കുമ്പോ ഇതെല്ലാം ഒരു സഹാബി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിക്കുന്നത് മുഴുവനും ഒരു സ്വഹാബി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്വഹാബി ഓടുകയാ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചാരത്ത് ഓടിച്ചെന്നിട്ട് മുത്തുനബിയുടെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. അവിടെ നിന്ന് പറയുമ്പോ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഓടുകയാ. മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടി വന്നിട്ട് മാ അഖത്തു മിൻ അഹബ്ബു ഇലയ്യ, വീടിന്റെ താക്കോല് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയുന്നു, നബിയേ ഏത് വീട് വേണമെങ്കിലും എടുത്തോ നബിയേ, എന്റെ ഏത് വീട് വേണമെങ്കിലും എടുത്തോ, ഫാത്തിമയ്ക്ക് കൊടുക്കാൻ തയ്യാറാ. ആ സ്വഹാബിയതാ വീടിന്റെ താക്കോല് കൊണ്ട് കൊടുക്കുമ്പോ അള്ളാന്റെ റസൂല് ഓടുകയാണ്. പൊട്ടിക്കരന്നുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ തേടി അള്ളാന്റെ റസൂൽ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഫാത്തിമ ഇതാ മോളെ വീട്, ഇതാ മോളെ വീട്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളുടെ കയ്യിലേക്ക് വീടിന്റെ ചാവി കൊണ്ടുപോയി കൊടുക്കുകയാ. പെങ്ങളെ പഠിക്ക്, ഭർത്താവിന്റെ ജോലി എന്താണ്? ആ മനുഷ്യൻ നീ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിത്തരാൻ കഴിയുമോ? ഇല്ല, എല്ലാം നീ പഠിക്കണം മോള്. അല്ലാതെ ഒരു വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുകയാണ്, എന്നിട്ട്
വീട് വെക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇല്ലെന്ന് പറഞ്ഞാൽ ലോൺ എടുപ്പിക്കുകയാ, പലിശക്കെടുത്തിട്ട് തന്നെ സ്വന്തം വീട് വെക്കാൻ പരിശ്രമിക്കുന്ന പെണ്ണ്. ഈ ഫാത്തിമാനെ കണ്ടുപഠിക്ക്, ഈ ഫാത്തിമ ബീവിയുടെ ജീവിതം കണ്ടുപഠിക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വീടിന്റെ താക്കോല് കൊടുത്തു. ആ വീടിന്റെ അകത്താണെങ്കിൽ സുബ്ഹാനല്ലാഹ് വീടല്ലാതെ മറ്റൊരു വസ്തുവില്ല. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളും ഹസനും ഹുസൈനും കൂടെ പുതിയ വീടിന്റെ അകത്തേക്ക് താമസം കയറുകയാണ്. മുത്തുനബി വാങ്ങിക്കൊടുത്തത് എന്തെന്നറിയോ? കടക്കാനൊരു കട്ടില്, വിരിക്കാനൊരു വിരിപ്പ്, ചില പാത്രങ്ങള്, പടച്ചവനെ ഒരു ആട്ടുകല്ല്. അങ്ങനെ കയ്യിലെണ്ണാവുന്ന 6-7 സാധനങ്ങളാണ് മുത്തുനബി വാങ്ങിക്കൊടുത്തത്. പടച്ചവരെ ഫാത്തിമ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. ഫാത്തിമ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. പടച്ചവനെ രണ്ടുപേരും അവിടെയാണ് ജീവിച്ചത്, രണ്ടുപേരും അവിടെയാണ് വർഷങ്ങളോളം ജീവിച്ചത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ആ വീടിന്റെ അകത്ത് കിടന്ന് പട്ടിണി കിടന്നിട്ട് വല്ലാത്ത ജോലിയാണ്. ഒരിക്കലല്ലാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളെ കുറ്റപ്പെടുത്തിയില്ല, അലിയാർ തങ്ങളോട് കുറ്റം പറഞ്ഞില്ല, അലിയാർ തങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചില്ല. എല്ലാ ഫാത്തിമയ്ക്കറിയോ എത്ര കഷ്ടപ്പാടാണെങ്കിലും പറയില്ല. ഒരു ദിവസം അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയുടെ കയ്യിൽ പിടിക്കുമ്പോ അലിയാർ തങ്ങളുടെ കൈ ഇങ്ങനെ രക്തം പറ്റുകയാണ്. ഫാത്തിമ ബീവിയുടെ കയ്യില് സ്നേഹത്തോടെ പിടിച്ചപ്പോ ഫാത്തിമ ബീവിയുടെ കണ്ണ് നിറയുന്നുണ്ട്, അലിയാർ തങ്ങളുടെ കയ്യിൽ നനയുന്നുണ്ട്. അലിയാർ തങ്ങളുടെ കയ്യിൽ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് കയ്യിൽ രക്തം പറ്റിയിരിക്കുകയാണ്. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ചു നോക്കി. റബ്ബേ, രണ്ട് കൈയും പൊട്ടിയിട്ടിങ്ങനെ രക്തമൊലിച്ചു കൊണ്ടിരിക്കുകയാ. എന്തേ ഫാത്തിമ പറയാത്തത്? നിനക്ക് വയ്യാഞ്ഞിട്ട് എന്തേ പറയാത്തത്? ഫാത്തിമ ബീവി പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് പറയാത്തതാ. പെണ്ണെ, അങ്ങനെയാകണം മോള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ത്യാഗം സഹിക്കാൻ, കഷ്ടപ്പാട് സഹിക്കാൻ നീ ഖദീജയെ പോലെയാക്, ഈ ഖദീജയെ പോലെയാക്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ നിനക്ക് ഇല തിന്നാൻ അറിയില്ല, പട്ടിണി കിടക്കാൻ അറിയില്ല, മക്കളെയും കൊണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോ ഫദാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇല്ല നബിയേ, പട്ടിണി കിടന്നു മരിച്ചാലും നമുക്ക് ഒരുമിച്ച് മരിക്കാം, ഞാൻ പോകില്ല നബിയേ. അങ്ങനെയാകണം പെണ്ണ്, അങ്ങനെയാകണം പെണ്ണ്. ജീവിതം എന്താണെന്ന് പഠിക്കണം പെണ്ണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം വായിച്ചാൽ, ഫാത്തിമ ബീബിയുടെ ചരിത്രം വായിച്ചാൽ നിനക്ക് ജീവിക്കാൻ പഠിക്കാൻ കഴിയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. പടച്ചവനെ ഒന്നും പറയാറില്ല, ഒരു പരാതിയില്ല, അതില്ല ഇതില്ല. രണ്ടുപേരുടെയും കുടുംബജീവിതം. പെണ്ണ് പഠിക്കേണ്ട മൂന്നാമത്തെ പാഠം. ഒരിക്കൽ അലിയാർ തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ എന്തോ പറഞ്ഞു. അലിയാർ തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ എന്തോ പറഞ്ഞു. പിന്നെ അലിയാർ തങ്ങളും മിണ്ടുന്നില്ല, രണ്ടുപേരും പിണങ്ങി. എന്തോ ഒന്ന് പറഞ്ഞു, രണ്ടുപേരും പിണങ്ങി. അലിയാർ തങ്ങളും മിണ്ടുന്നില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 80 പ്രാവശ്യം മാപ്പ് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 80 പ്രാവശ്യം അലിയാർ തങ്ങളുടെ പുറകെ നടന്നിട്ട് പൊരുത്തം ചോദിച്ചു ഫാത്തിമ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പെണ്ണെ, നീ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നിനക്ക് വാശി, നിങ്ങളല്ലേ ചെയ്ത് അങ്ങാരി മിണ്ടട്ടെ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണ് തെറ്റ് നീ നോക്കരുത്. നിന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല, നിന്റെ ഭർത്താവിന്റെ കയ്യിലാ തെറ്റ് എന്ന് കരുതുക. ഇന്നത്തെ പെണ്ണുങ്ങൾ പറയും, അങ്ങാരി മിണ്ടട്ടെ, ഇച്ച മിണ്ടട്ടെ, എന്റെ അങ്ങാർക്ക് മാത്രമേ വാശിയുള്ളൂ, എനിക്കും വാശിയുണ്ട്. എന്നാ നീ പഠിച്ചോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ താഴ്ന്നു കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
എന്താ ഇഷ്ടപ്പെട്ടില്ല? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെണ്ണെ നീ ഒന്ന് താഴ്ന്നു കൊടുക്കണം, നീ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ പോകണം, അദ്ദേഹം മിണ്ടുന്നത് വരെ നീ പട്ടിണി കിടക്കണം. ഭർത്താവിനോട് പറയണച്ചാ നിങ്ങൾ മിണ്ടുന്നത് വരെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കൂല, ഞാൻ വെള്ളം കുടിക്കൂല. എന്റെ പെങ്ങളെ, ഭർത്താവിന്റെ പിണക്കം മാറ്റിയ അള്ളാഹ് നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവും ഭാര്യയും പിണങ്ങി ആ പിണങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ പിണക്കം മാറ്റുന്ന പെണ്ണിന് അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്താ പ്രതിഫലം? നിനക്കും വാശി ഇല്ലേ? ഓള് മിണ്ടട്ടെ, ഓള് കാല് പിടിക്കട്ടെ, ഓള് തലയെ പിടിക്കട്ടെ. അങ്ങനല്ല ചങ്ങാതി. ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ തെറ്റാരുടെ ഭാഗത്താണോ? ഇവിടെ അങ്ങനെ മഹാനായ അയ്യൂബ് നബി അലിഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്. അയ്യൂബ് നബിയുടെ ചരിത്രം വായിച്ചു നോക്ക്. അയ്യൂബ് നബി അലിഹിസ്സലാമിന്റെ ഭാര്യ റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ, ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ഭാര്യ മോശമാ, നിങ്ങളുടെ ഭാര്യ വ്യഭിചാരത്തിന് പിടിച്ചിട്ട് മുടി മുറിച്ചു കഴിച്ചൊരു ചരിത്രം പറയുന്നുണ്ട്. അയ്യൂബ് നബി അലിഹിസ്സലാമിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ വന്നു. അയ്യൂബ് നബിയുടെ മനസ്സിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ വന്നു. പക്ഷെ അത് തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായപ്പോ ഭാര്യയോട് പോലും മാപ്പ് ചോദിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് നിന്റെ കയ്യിലാണ് തെറ്റെങ്കിൽ നീ തന്നെ ഭാര്യയുടെ പിണക്കം മാറ്റണം. ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങി ആരാണോ ആദ്യം ചെന്ന് സലാം പറയുന്നത്, അള്ളാഹു അവർക്കൊരു പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.